റിയാദു സ്വാലിഹീൻ ഗ്രൂപ്പിന്റെ കരുത്തനായ അമരക്കാരൻ അബ്ദുറഹീം ഉസ്താദ് അവർകളെ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു റംസാൻ പ്രഭാഷണത്തിൽ റിയാദു സ്വാലിഹീൻ കൂട്ടായ്മയുടെ ക്ഷണം സ്വീകരിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള ബഹുമാനനായ അലിയാർ ഹസൻ ഖാസിമി അവർകളെ, ഇന്നത്തെ ഈ ഒരു പരിപാടി ശ്രവിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മറ്റൊരു പുണ്യ റംദാൻ മാസത്തെ സ്വീകരിക്കാൻ വിശ്വാസികൾ സജ്ജരായി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ജനാബ് പി കെ ജമാൽ സാഹിബിനെ ഓർക്കാതെ ഈ ഒരു സ്വാഗത ഭാഷണം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. റിയാദ് സ്വാലിഹിന്റെ തുടക്കം മുതൽ നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും നമ്മൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടും ഒക്കെ തന്നെ സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പണ്ഡിതൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ ഒക്കെയായി കുവൈത്തിൽ നമ്മൾക്കേവർക്കും സുപരിതനായ പി കെ ജമാൽ സാഹിബ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ബർസഖിയ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഒരിക്കൽ കൂടി ഈ ഒരു മാസത്തെ വരവേൽക്കാൻ അള്ളാഹു അനുഗ്രഹം തന്നിരിക്കുകയാണ്. അതിൽ എത്ര പേർ അടുത്ത വർഷം ഉണ്ടാവും നമുക്കറിയില്ല. റംസാൻ മാസത്തിന്റെ പവിത്രമായ മാസത്തിന്റെ പുണ്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് നമുക്കിവിടെ പറഞ്ഞു തരാൻ ബഹുമാനായ അലിയാർ ഖാസിമി അവർ നമുക്ക് ക്ഷമിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പിറന്ന് ലോകത്തോറും ഉയർന്ന വലിയ ബഹുമുഖ പണ്ഡിതൻ, മതേതര കേരളത്തിന്റെ അംബാസഡർ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജാതിമതഭേദമന്യേ എല്ലാവർക്കും പരിശുദ്ധ ദീനിന്റെ അമൂല്യമായ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് പ്രാവർത്തികമാക്കാനും നിരന്തരം ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വ്യക്തിത്വത്തെയാണ് ഈ ഒരു റംസാൻ പ്രഭാഷണത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിക്കുകയാണ്, എപ്പോഴും നമ്മൾ ഉസ്താദായിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആന്റെ മാർഗത്തിൽ നമ്മൾ അതിൻ്റെ ചലനാത്മകമായി നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അള്ളാഹു ഓരോ നന്മ നിറഞ്ഞ വാതിൽ നമ്മൾക്ക് തുറന്നു തരികയാണ്. ബഹുമാനപ്പെട്ട അലിയാർ ഖാസിം നമ്മൾ പരിചയപ്പെട്ടത് ഈ പരിശുദ്ധ ഖുർആൻ മത്സരത്തുമായി ബന്ധപ്പെട്ട നമ്മൾ ഒരു ഓച്ചറിലേക്കുള്ള യാത്രയിലാണ്. അതിൽ നമ്മൾക്ക് ആ ഒരു നമ്മുടെ രജിസ്ട്രേഷന്റെ ആ ഒരു പ്രകാശന ചടങ്ങിന് നമ്മൾക്ക് ഷുക്കൂർ അൽ ഖാസിമി ബഹുമാനായ പണ്ഡിതൻ, ഇസ്ലാമിക പേഴ്സണൽ ലോ ബോർഡിന്റെ കേരളത്തിലെ പ്രതിനിധി, അദ്ദേഹത്തെയാണ് നമ്മൾക്ക് മുഖ്യ രക്ഷാധികാരി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ നമ്മൾക്ക് നല്ലൊരു വ്യക്തിത്വത്തിൽ കിട്ടണമല്ലോ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അത് ഷുക്കൂർ ഉസ്താദുമായി പങ്കുവെച്ചു. അപ്പോഴാണ് അറിയുന്നത്, നിങ്ങൾ വരുന്ന അതേ ട്രെയിനിൽ കോഴിക്കോട് നിന്ന് വരാൻ ബഹുമാനനായ അലിയാർ ഖാസിമി തയ്യാറായി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൂടെ കൂട്ടി വരാൻ പറ്റുമെങ്കിൽ വലിയ ഹൈറാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റിന് വേണ്ടി പരിശ്രമിച്ചു. ടിക്കറ്റ് ലഭിച്ചു. നമ്മൾ ഓച്ചിറ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ വെച്ചിട്ടാണ് ആദ്യമായി ഞാൻ നേരിൽ കാണുന്നത്. ദൂരെ നിന്ന് കണ്ട ഒരു വ്യക്തിത്വത്തെ നേരിട്ട് കാണുവാനുള്ള അവസരം ആദ്യമായി ലഭിച്ചു. അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിന്റെ ആ സൗമ്യത, എളിമ, സഹിഷ്ണുത, അദ്ദേഹത്തിന്റെ പരിജ്ഞാനം, ദീനിന്റെ കാര്യത്തിൽ അദ്ദേഹം വെച്ചു പോരുന്ന സൂക്ഷ്മത, ഇതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനനായ അലിയാർ ഖാസിമിയുടെ പ്രഭാഷണത്തിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ഏവർക്കും ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ, പരിശുദ്ധ റംസാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് തുടർന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പഠിച്ചുകൊണ്ട് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാ തിരക്കിനിടയിലും അല്ലാതെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ചെറിയ കൂട്ടായ്മയുടെ ഈ ഒരു സംവിധാനത്തിലേക്ക്, നമ്മുടെ പ്രഭാഷണത്തിലേക്ക് നിങ്ങൾ മനസ്സ് തുറന്ന് സമ്മതിച്ച് അതിനായി എത്തിച്ചേർന്ന ബഹുമാനനായ അലിയാർ ഹസൻ അൽ ഖാസിമെ
റിയാദ് സ്വാലിഹീൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ ഓഡിയോ മ്യൂട്ടിലാണ്. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാകുമല്ലോ? വളരെ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇനി എന്താണ് അടുത്തത്? അടുത്തത് ഉസ്താദിന്റെ ദർസ്. വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന്. ദർസ് അവസാനം ദുആയോട് കൂടി അങ്ങ് അവസാനിപ്പിക്കുക. ഓക്കെ. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى خصوصا على أفضلهم وخاتم النبيين محمد الأمين صلى الله عليه وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم قال الله سبحانه وتعالى لا يسعني أرضي ولا سمائي ولكن يسعني قلب عبدي المؤمن. صدق رسول الله المصطفى الكريم عليه وعلى آله أفضل الصلوات وأزكى التسليم. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. എത്രയും ബഹുമാന ആദരവുകളുള്ള റിയാദു സാലിഹിൻ ഗ്രൂപ്പിന്റെ മുഖ്യ കാര്യദർശി ഏറെ ആദരണീയനായ അബ്ദുർ റഹീം ഉസ്താദ് അവറുകൾ, സ്വാഗതം ആശംസിച്ച സഹോദരൻ, ഞാന് പേര് ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? സ്വാഗതം അന്നത്തെ നമ്മുടെ അന്ന് പരിചയപ്പെട്ട തങ്ങൾ, അതെ, ബാത്ത അവറുകൾ. എനിക്കത് ശബ്ദത്തിൽ നിന്ന് മനസ്സിലായി. മറ്റ് മഹത്തായ ഈ ഇൽമി സംഗമത്തിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം ഒരു മഹത്തായ ഇൽമി സദസ് ഓൺലൈനിലാണെങ്കിൽ പോലും പരിശുദ്ധമായ റമദാന് മുന്നോടിയായി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഇതിന്റെ അണിയറ പ്രവർത്തകരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവർ പരിശ്രമങ്ങൾ അള്ളാഹു സഫലമാക്കി തരുമാറാകട്ടെ. ഏതൊരു ലക്ഷ്യമാണോ
ഇതിലൂടെ നമ്മൾ മുന്നിൽ വയ്ക്കുന്നത് അള്ളാഹു അതും സാക്ഷാത്കരിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും പരിശുദ്ധമായ റമദാനിലേക്ക് അതിന്റെ എല്ലാ പാവനതകളോടും കൂടി പ്രവേശിക്കുവാനും അതിന്റെ മുഴുവൻ പവിത്രതകളെയും പാലിച്ചുകൊണ്ട് ആരാധനകൾ കൊണ്ടും പുണ്യങ്ങൾ കൊണ്ടും പുണ്യമാസത്തെ ധന്യമാക്കുവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടം പരലോക യാത്രയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പരിശുദ്ധമായ റമദാനിലൂടെ നാം പ്രതീക്ഷിക്കുന്ന ആത്യന്തികമായ പരലോക മോക്ഷം നേട്ടം നേടിയെടുക്കുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ ആഗതമാവുകയാണ്. റമദാൻ എന്താണ്? റമദാനിലെ റമദാനെ മഹത്തരമാക്കി തീർക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ്? റമദാനിൽ നാം എന്ത് ആകണം, എങ്ങനെയാകണം? റമദാനിലൂടെ അള്ളാഹു നമ്മളിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ, അതിന്റെ ഗുണം നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള അല്പം ചില ആലോചനകൾക്ക് നമുക്ക് ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്താമെന്നാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ മാസത്തിന്റെ അവതരണം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച അതിപവിത്രമായ ഒരു മാസമാണ്. ആ മാസത്തെ തന്നെ പരിശുദ്ധമായ നോമ്പിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധമായ റമദാനും ഖുർആനും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈ മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ, റമദാൻ, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും പരസ്പരം പൊരുത്തപ്പെടുന്ന ഒരത്ഭുതം, ഒരു രസതന്ത്രമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റമദാനിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റമദാൻ മാസത്തിലെ പരിശുദ്ധമായ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സംസാരിച്ച ഭാഗം ഖുർആനിന്റെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് റമദാനുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നത്. വിശദമായ മാർഗനിർദ്ദേശം അവിടെ തന്നെ പൂർണ്ണമായും അള്ളാഹു നൽകുകയാണ്. നമുക്ക് കാണാം, അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു വിശ്വാസികളെ വിളിക്കുന്നു, ഈമാനുള്ളവരെ, എന്നിൽ വിശ്വസിച്ചവരെ. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം സിയാം നിർബന്ധമാക്കുന്നു. അള്ളാഹു എന്നിട്ട് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻപുള്ളവർക്കും നാം നിർബന്ധമാക്കിയതുപോലെ നിർബന്ധമാക്കുന്നു എന്ന് അള്ളാഹു അവിടെ തന്നെ പറയുന്നു. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണെന്നറിയുമോ? അത് നിർബന്ധമാക്കിയതിലൂടെ നിങ്ങൾക്ക് തഖ്വയുണ്ടാകുവാൻ വേണ്ടിയാണ് അള്ളാഹു പറയുകയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ നമുക്ക് നോമ്പ് സിയാം നിർബന്ധമാക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്നു. അത് മുമ്പുള്ളവർക്കും നൽകപ്പെട്ടിരുന്നു എന്ന് അള്ളാഹു അവിടെ തന്നെ പറയുന്നു. ലക്ഷ്യം നിങ്ങൾക്ക് തഖ്വയുണ്ടാവുക എന്നതാണെന്ന് നമ്മളോട് പറയുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളെ അള്ളാഹുവിന്റെ വചനമാണ് നമ്മളോട് ഈ സന്ദേശം സമർപ്പിക്കുന്നത് എന്ന് നാം അറിയുമ്പോൾ ഈ പറഞ്ഞതിലെ മൂന്ന് വാക്കുകളും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈമാനുള്ളവരെ എന്ന് അള്ളാഹു തആല വിളിക്കുകയാണ്. അപ്പൊ ഈമാനുള്ള അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിച്ച മുഅ്മിനീങ്ങളോട് മാത്രമാണ് നോമ്പിന്റെ കൽപ്പന എന്നുകൂടി അതിലുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, റമദാൻ മാസത്തിൽ ഇങ്ങനെ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ പട്ടിണിക്കിടുമ്പോ അത് പടച്ചവൻ ചെയ്യുന്ന വലിയ ഒരു ക്രൂരതയല്ലേ? പടച്ചവൻ അങ്ങനെ മനുഷ്യരോട് കാണിച്ചിട്ട് ഈ ആളുകളുടെ പട്ടിണി കൊണ്ട് അള്ളാഹ്ക്ക് എന്ത് നേടാനാ എന്ന് ചോദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മുഅ്മിനുകളല്ല. ഈമാനുള്ള ആളുകൾ അങ്ങനെ ചോദിക്കാറുമില്ല. അവർ അള്ളാഹു കൽപ്പിച്ചു എന്നതിന്റെ പേരിൽ അവർ ആ നോമ്പങ്ങ് അനുഷ്ഠിക്കുകയാണ് ചെയ്യുക. അപ്പൊ അള്ളാഹു ആദ്യമേ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ
ഞാൻ ഈ നോമ്പ് എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് മുഴുവൻ മനുഷ്യരെയും അല്ല, ഈമാനുള്ളവരെ മാത്രമാണ്. മുഴുവൻ ആളുകളും നോമ്പ് ഭാരമാണോ എന്ന കാര്യം ചർച്ച ചെയ്യുകയും അതിന്റെ യുക്തിയെക്കുറിച്ച് ആലോചന നടത്തുകയും ചെയ്യേണ്ട ബാധ്യത ഇവിടെ വരുന്നില്ല. ഈമാൻ ഉള്ളവരോടാണ് ഞാൻ നോമ്പ് അനുശാസിക്കുന്നത്. അവർക്ക് നോമ്പ് പ്രയാസമാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുള്ളതാണ്. അവർക്കത് പ്രയാസമാവുകയില്ല എന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈമാനുള്ളവരെ എന്നുള്ള പ്രത്യേകമായ വിളി ഈ കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹു നടത്തുന്നത് ഒരു മുഅ്മിനും മുഅ്മിൻ അല്ലാത്തവരും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ചില ആളുകൾ ഇന്നിപ്പോ പുതിയ കാലഘട്ടമാണ്, യുക്തിവാദികൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ മോശമാക്കി നോമ്പൊക്കെ വെച്ചതുകൊണ്ട് ആർക്കെന്ത് നേടാനാണെന്നുള്ള ചോദ്യം ഉയർത്തി നോമ്പ് മനുഷ്യനെ വിഷമിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പദ്ധതിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിൽ അർത്ഥമില്ല. കാരണം ഈമാനുള്ളവർക്ക് നോമ്പ് പ്രയാസമേ അല്ല. നോമ്പ് ആളുകൾക്ക് വെക്കാൻ കഴിയുമോ? ബുദ്ധിമുട്ടല്ലേ, കാലാവസ്ഥ അനുകൂലമല്ലാതെ വന്നാൽ, അതുപോലെ തന്നെ സമയ ദൈർഘ്യമുള്ളപ്പോൾ എന്നൊക്കെ പറയും. കാലാവസ്ഥ എതിരായാലും സമയം എത്ര മണിക്കൂർ പകൽ നീണ്ടു നിന്നാലും ഈമാനുള്ള ആളുകൾക്ക് നോമ്പ് വെക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് യുക്തിവാദികൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അറിയാം നോമ്പ് വെക്കാൻ കഴിയുമെന്ന്. ഈമാനുള്ളവർ അത് തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശൈത്യമുള്ള, ഏറ്റവും കൂടുതൽ പകല് കുറവുള്ള നാടുകളിൽ, ഏറ്റവും കൂടുതൽ ഉഷ്ണമുള്ള നാടുകളിൽ ആണ്, പെണ്ണ്, കുട്ടികൾ അടക്കം ഈമാനുള്ള ആളുകൾ നോമ്പ് വെച്ചുകൊണ്ട് നോമ്പ് വെക്കുന്നത് മനുഷ്യന് പ്രയാസകരമല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നവർക്ക് അല്ല എന്ന ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചതിലൂടെ തന്നെ മറ്റുള്ള ആളുകൾ നോമ്പിന്റെ യുക്തി ചർച്ച ചെയ്യുന്നതിലെ അസാംഗത്യം അള്ളാഹു വ്യക്തമാക്കുകയാണ്. ഈമാനുള്ളവരെ, നിങ്ങളോടാണ് എന്റെ കൽപ്പന. ഈമാനുള്ള നിങ്ങൾക്ക് ഞാൻ ഈ അനുശാസിക്കുന്ന നോമ്പ് ഒട്ടും പ്രയാസകരമാവുകയില്ല എന്നെനിക്കറിയാം എന്ന് അള്ളാഹു പറയാം. പലപ്പോഴും പലരും പറയാറുണ്ട്, മുസ്ലിമീങ്ങളായ നിങ്ങൾ പിടിക്കണം, നോമ്പ് പിടിക്കാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല എന്ന്. ഇസ്ലാം ഇല്ലാത്ത, ഈമാൻ ഇല്ലാത്ത ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്കത് പ്രയാസമാണ് എന്ന്. പൊതുവെ ആളുകളുടെ സ്ഥിതി അതാണ്. ഒരു വിശ്വാസം അള്ളാഹുവിന്റെ അനുശാസനങ്ങൾ അനുസരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നോമ്പ് പിടിക്കൽ നമുക്ക് എളുപ്പമായി മാറുന്നത്. അപ്പൊ ഈമാൻ ഇല്ലാത്തവർക്ക് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്ന് നമ്മൾ അനുഭവം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നാം നീങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരോടാണ് ഈ അനുശാസനം. എന്നിട്ട് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം നോമ്പിതാ നിർബന്ധമാക്കുകയാണ്. നോമ്പ് എന്നാണ് നമ്മൾ സാധാരണ പറയുക, വ്രതം എന്നാണ് നമ്മൾ അതിനെ പറയുക, അല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് ഈ നോമ്പ് അല്ലെങ്കിൽ വ്രതം എന്ന വാക്ക് പറയുമ്പോൾ അതിന് നമുക്ക് കൃത്യമായ ഒരു ആശയം മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ നോമ്പാണ്, സിയാമാണ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നത്. നമുക്ക് എന്താണ് സിയാം എന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിന്റെ ഉദ്ദേശം മനസ്സിലാകുള്ളൂ. ഏതൊരു വാക്കിനും ഭാഷാപരമായി അത് നൽകുന്ന അതിന്റെ അന്തസത്ത എന്താണ്, അതിന്റെ ആശയ സാന്ദ്രത നമ്മൾ ഗ്രഹിക്കുമ്പോൾ മാത്രമേ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അസൗം എന്ന് പറഞ്ഞാൽ മഹാന്മാരെല്ലാം വിശദീകരിക്കുന്ന ഭാഷാപരമായി അസൗം ഹുവൽ ഇംസാഖ് എന്നാണ്. ഈമാനുള്ള മനുഷ്യരെ, നിങ്ങൾക്ക് നാം സിയാമ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇംസാക്കുകൾ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ഇംസാക്കിന്റെ അർത്ഥം എന്താണ്? ചില വിട്ടുനിൽക്കലുകൾ നിങ്ങൾക്ക് നിർബന്ധമാക്കുന്നു എന്നാണ്. നിങ്ങൾ ചില കാര്യങ്ങളെ വിട്ടുനിൽക്കണം എന്ന ഒരു നിർബന്ധം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 11 മാസക്കാലവും നിങ്ങൾ വിട്ടുനിൽക്കാതെ നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്ന ചില നിത്യശീലങ്ങളുണ്ട്. ആ ശീലങ്ങളിൽ നിന്ന് അസ്സൗമു ഹുവൽ ഇംസാക്ക് ചെയ്യണം, നിങ്ങളൊന്ന് വിട്ടുനിൽക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. നിരന്തരമായി അണമുറിയാതെ, ചെയിൻ കണ്ണി മുറിയാതെ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ആ ശീലങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് വിട്ടുനിൽക്കുക. വിട്ടുനിൽക്കലിന്റെ പേരാണ് നോമ്പ്. മനസ്സിലായില്ലേ? നോമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിട്ടുനിൽക്കലാണ്. വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അൽ ഇംസാഖു അൻ ഷഹ്വത്തൈൽ ബത്നി വൽ ഫർജ്, മനുഷ്യന്റെ ലൈംഗിക അവയവത്തിന്റെയും ഉദരത്തിന്റെയും ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭോഗ പാന അന്ന പാന ഭോഗ ആസക്തികളിൽ നിന്ന്, താല്പര്യത്തിൽ നിന്ന്, ഇഷ്ടത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്നാണ് ഇവിടെ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പക്ഷേ ഏത് വിട്ടുനിൽക്കലിനും സൗം എന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മഹാനായ മഹദി നമ്മുടെ മറിയം അലിഹസ്സലാം അലിഹസ്സലാം അകാരണമായി അജ്ഞാത ഗർഭത്തിന് വിധേയയായി ഉടമയായി അവർ സമൂഹ മധ്യത്തിൽ വന്നപ്പോ ആളുകൾ അവരെ അധിക്ഷേപിക്കാനും പഴിക്കാനും സന്നദ്ധമായപ്പോ അതിന് മറുപടി പറയാൻ മെനക്കെടണ്ട എന്ന് അള്ളാഹു തആല മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം നൽകിയടത്ത് യാ മറിയമു, മറിയമേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു അവരോട് പറയുന്നുണ്ട്, നദർത്തു ലിർറഹ്മാനി സൗമ കൂലി ഇന്നി നദർത്തു ലിർറഹ്മാനി സൗമ. നീ പറയുമോളെ മറിയമേ, ഇന്നി നദർത്തു ലിർറഹ്മാനി സൗമ, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ സൗമ നേർന്നിരിക്കുന്നു, നോമ്പ് നേർന്നിരിക്കുന്നു, വ്രതം നേർന്നിരിക്കുന്നു. എന്താണ് എൻ്റെ വ്രതം എന്നറിയോ? ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ഞാനൊരു മനുഷ്യനോടും മിണ്ടില്ല, മിണ്ടലിൽ നിന്ന് നിരന്തരം ഞാൻ മിണ്ടിക്കൊണ്ടിരുന്നു, സംസാരിച്ചു കൊണ്ടിരുന്നു, ആ സംസാരത്തിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കും എന്ന് ഞാൻ അള്ളാഹുവിന് വാക്കു കൊടുത്തിരിക്കുകയാണ്, നേർച്ച നേർന്നിരിക്കുകയാണെന്ന് പറയുക എന്ന. അപ്പൊ മിണ്ടൽ വിട്ടു നിന്നാലും സൗമെന്ന് പറയും. പരിശുദ്ധമായ ഖുർആനിൽ മിണ്ടുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ സൗമെന്ന് പറയും. അതോടൊപ്പം തന്നെ നമുക്ക് ശർഈയായ നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ഗുഹ്യസ്ഥാനത്തിന്റെയും ഉദരത്തിന്റെയും ഇഷ്ടങ്ങളിൽ നിന്ന്, അതിന്റെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഒരു മിനിറ്റ് ഞാൻ ബ്രേക്ക് ചെയ്യാണ്, ഒരല്പം വെള്ളം എടുക്കാൻ കേട്ടോ. അപ്പൊ നോമ്പെന്ന് പറയുന്നത് ഒരു വിട്ടുനിൽക്കലാണ്. അള്ളാഹു തആല പറയാണ്, ഈമാനുള്ളവരെ, ഈ നോമ്പ് റമദാനിലൂടെ നമുക്ക് എന്താണ് വേണ്ടത്? അള്ളാഹു പറയുകയാണ്, നോമ്പുകൾ, ഇംസാക്കുകൾ നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കുകയാണ്. ചില വിട്ടുനിൽക്കലുകൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇന്നോളം നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ചില നിത്യശീലങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ വിട്ടുനിൽക്കലുകളുടെ ചില നാളുകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർബന്ധമാക്കി തരുന്നു. കുത്തിബ മുസിയ. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി പറയാം, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് അള്ളാഹു ഈ നോമ്പ് നിർബന്ധമാക്കുന്നിടത്തെല്ലാം അള്ളാഹു അതിന്റെ അനായാസത വെളിപ്പെടുത്താൻ വേണ്ടി പ്രത്യക്ഷത്തിൽ പ്രയാസമുള്ള ഒരു കാര്യം നമ്മുടെ മേൽ അള്ളാഹു തആല നിർബന്ധിക്കുമ്പോൾ ആ നിർബന്ധിക്കുന്ന കാര്യം ഒരു വിഷമമാണെന്ന് ആർക്കും തോന്നാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അള്ളാഹു തആല അതിന്റെ അനായാസത ബോധ്യപ്പെടുത്താൻ വേണ്ടിയും അതത്ര ബുദ്ധിമുട്ടായി കരുതേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്തരം ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നാം നിർബന്ധമാക്കിയ പോലെ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്രതം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നിർബന്ധമാക്കി കൊടുത്തുകൊണ്ടാണ് മനുഷ്യരാശിയെ അല്ലാഹു തആല മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക്, നന്മകളിലേക്ക് അല്ലാഹു കൈപിടിച്ചുയർത്തിക്കൊണ്ടു വന്നത് എന്നർത്ഥം. അതായത് മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കാൻ. എന്നിട്ട് അള്ളാഹു പറയുന്ന അതുകൂടി കേൾക്കുക, ലഅല്ലക്കും തത്തഖൂൻ. അതെന്തിനെന്നറിയുമോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഭക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ തഖ്വ എന്ന് പറയുന്ന ജീവിതത്തിൽ ദോഷബാധയെ വിട്ടുനിൽക്കുക എന്ന് പറയുന്ന ഗുണം, ശരി തെറ്റ് വിവേചന ബോധത്തോടൊപ്പം തന്നെ, ശരിയുണ്ട് തെറ്റുണ്ടെന്ന തിരിച്ചറിവോടൊപ്പം തന്നെ തെറ്റിൽ നിന്ന് വിട്ട് ശരിയോട് ചേർന്ന് നിൽക്കുക, അതാണ് യഥാർത്ഥത്തിൽ തഖ്വ. ദോഷബാധയെ സൂക്ഷിക്കുന്നതിന്റെ പേരാണ് തഖ്വ. മനുഷ്യന് ഗുണവും ദോഷവും ഉണ്ടെന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ ദോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടി ശ്രമിക്കുന്നതിന്റെ പേരാണ് തഖ്വ. അപ്പൊ നിങ്ങൾക്ക് ദോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മനോഭാവം ശക്തമാകുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നാം ഈ വിട്ടുനിൽക്കൽ എന്ന് പറയുന്ന നോമ്പിനെ നിർബന്ധമാക്കുന്നത്. നിങ്ങളല്ലാത്ത മുഴുവൻ മനുഷ്യർക്കും നിർബന്ധമാക്കിയിരുന്നത് പോലെ. അള്ളാഹു പറയുന്ന ഈ ആയത്തിൽ നമുക്ക് ധാരാളം ചിന്തിക്കാനുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്തിനാണ് നോമ്പ് വെക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് തഖ്വ വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ ദോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു മനോഭാവം മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുന്നത് ഇന്ന് അംഗീകരിക്കാൻ പുതിയ ലോകം തയ്യാറല്ല. ഗുണവും ദോഷവും ഇല്ല എന്നും നന്മയും തിന്മയും ഇല്ല എന്നും ശരിയും തെറ്റും ഇല്ല എന്നും ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്നത് ശരിയാണെന്നും തെറ്റെന്ന് തോന്നുന്നത് അവന്റെ അവന് തോന്നുന്നത് മാത്രം തെറ്റാണെന്നും അതുപോലെ തന്നെ നന്മ തിന്മകൾ എന്ന് പറയുന്ന അങ്ങനെ ഒന്നും ഇല്ല എന്നുമാണ് പുതിയ ലോകം പഠിപ്പിക്കുന്നത്. അല്ലേ? പുതിയ ലോകക്രമം അങ്ങനെയാണ്. വ്യഭിചാരം ഹറാമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ സംവിധാനങ്ങളും വ്യഭിചാരത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു കഴിഞ്ഞു. ഏതുവരെ നമ്മുടെ ഇന്ത്യയുടെ നിയമപീഠം വരെ അഡൾട്രേഷൻ, അന്യസ്ത്രീ പരപുരുഷ ഗമനം, അനന്യഗമനം അനുവദനീയമാണ്, നിയമവിരുദ്ധമായി തെറ്റല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ സ്വവർഗരതി മനുഷ്യരാശി എന്നും വെറുത്തിട്ടുള്ള പ്രകൃതി വിരുദ്ധമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വലിയ തിന്മയെ അത് തിന്മയല്ല, അത് നമ്മുടെ നിയമത്തിൽ കുറ്റമല്ല എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞു. ലോകം മുഴുവൻ വിധിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആത്മബോധം എന്ന് പറയുന്നത് ശരിയുണ്ട് തെറ്റുണ്ട് എന്ന തിരിച്ചറിവാണ്. ശരി തെറ്റുകൾ തിരിച്ചറിയാനാവുന്നില്ല, ശരിയും തെറ്റും എന്ന വേർതിരിവില്ല എന്ന് വിചാരിച്ച ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അരാജകത്വം, ഒരു തോന്നിയവാസം മനുഷ്യ സമൂഹത്തിൽ ഉടലെടുക്കും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിയും തെറ്റും വേറെ വേറെയാണെന്ന്, നന്മയും തിന്മയും വേറെ വേറെയാണ് എന്ന് തിരിച്ചറിയുന്നതിന് ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ, ആ ഒരു ബോധം മനുഷ്യരിൽ ഉണ്ടാകണമല്ലോ. ഇന്നത്തെ ലോകത്തിന് ആ ബോധം ഇല്ലല്ലോ. എന്തുകൊണ്ട് ആ ബോധം ഇന്നത്തെ ലോകത്തിന് ഇല്ലാതെ പോയി? എന്തുകൊണ്ട് മുൻകാല ലോകത്തിന് അത് ഉണ്ടായിരുന്നു? അതിന് കാരണം ആ ബോധമാണ് തഖ്വ. ആ തഖ്വ മനുഷ്യരുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് മനുഷ്യരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാനാവൂ. ഏറ്റവും ആദ്യമായി വേണ്ടത് നമുക്ക് നമ്മുടെ തെറ്റുകൾ തെറ്റാണെന്ന് തോന്നല. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യം തെറ്റ് തെറ്റാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകല. വ്യഭിചരിക്കുന്നതല്ല വലിയ പാപം, വ്യഭിചരിക്കുന്നത് തെറ്റാണെന്നുള്ള ബോധം നഷ്ടപ്പെടുന്നതാണ്. ഒരാൾ വ്യഭിചാരിയായി തെറ്റാണെന്ന ബോധത്തോടു കൂടി ആത്മാർത്ഥമായവൻ പശ്ചാത്തപിച്ചാൽ അത് പുറത്തു കൊടുക്കും. മദ്യപിക്കുന്നതല്ല വലിയ പാപം, മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന് വിചാരിക്കുന്നതാണ്. മദ്യപിച്ചു ഒരാള്, എന്നിട്ട് അതിന്റെ പേരിൽ അവൻ്റെതായ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായി. പക്ഷെ അത് തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് പടച്ചവനെ തെറ്റായിപ്പോയി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അവൻ പറയുന്നെങ്കിൽ അവനിൽ ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള ബോധമുണ്ടെന്നാണ്. ആ ബോധമാണ് ഇന്ന് ലോകത്തിന് പോയത്. അള്ളാഹു പറയുന്ന നോമ്പ് എന്തിനാണ്? ഈ ബോധം പോയ ലോകം വലിയ അപകടമാണ്. ഇന്നത്തെ ലോകം കാണുന്നത് ശരിയും തെറ്റും തമ്മിലുള്ള വിവേചന ബോധം നഷ്ടപ്പെട്ടു പോയ ലോകം മാനവരാശിക്ക് അപകടമാണ്. അതുകൊണ്ട് ആ ബോധം ഉണർത്തുക എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ധാർമ്മിക പ്രവർത്തനം. ഈ ലോകത്ത് മനുഷ്യരാശിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം ശരിയുണ്ട്, തെറ്റുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. ശരിയോടൊപ്പം മനുഷ്യൻ നിൽക്കേണ്ടതുണ്ട്. തെറ്റിനോട് പെടരുത്. തെറ്റിൽ പെട്ടുപോയാൽ പിന്തിരിയണം, പശ്ചാത്തപിക്കണം എന്ന ഒരു തോന്നൽ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്തിനാണ് നോമ്പ്? ഇവിടെയാണ് അള്ളാഹു പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി ദോഷബാധയെ സൂക്ഷിക്കുന്നവരായി മാറാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നോമ്പ് വെക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, ഇത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ശരിയും തെറ്റിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി എല്ലാ കാലത്തും ഞാൻ മനുഷ്യർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മാത്രം ഞാൻ വിഷമിപ്പിക്കുകയല്ല. നോക്കൂ, ഇത് നോമ്പിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ മനസ്സിൽ വേണം. ദോഷബാധയെ കുറിച്ചുള്ള തിരിച്ചറിവ് വേണ്ടത്ര അളവിൽ എനിക്കുന്നുണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കല, നോമ്പ് വെക്കല എന്ന് വിചാരിച്ചിട്ട് കാര്യം. ബാധയെ തിരിച്ചറിയുന്ന, ദോഷബാധയെ തടയുന്ന ഒരു സ്വഭാവം, മനോഭാവം നമുക്കുണ്ടോ? ദോഷത്തെ ദോഷമായി അംഗീകരിക്കുന്ന, തെറ്റിനെ തെറ്റായി അംഗീകരിക്കുന്ന മനോഭാവം നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എല്ലാ മനുഷ്യരിലും ശരിയും തെറ്റും തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരിലും ഉണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. നീതി നീതിയാണെന്നും അനീതി അനീതിയാണെന്നുമുള്ള തോന്നൽ, സത്യം സത്യമാണെന്നും അസത്യം അസത്യമാണെന്നുമുള്ള തോന്നൽ, ധർമ്മം ധർമ്മമാണ് അധർമ്മം അധർമ്മമാണെന്നുള്ള തോന്നൽ, അക്രമം തെറ്റാണ് എന്നും
ഉപദ്രവിക്കാതിരിക്കലാണ് പരോപകാരമാണ് നന്മ. ഈ തോന്നലെല്ലാം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആ തോന്നലുകൾ അത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ലോകത്തിന് അക്രമം തെറ്റല്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ നമ്മൾ കണ്ടല്ലേ അടുത്ത കാലത്ത് നമ്മുടെ അസമിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, നെതന്യാഹുവിനെ അവരവരൊക്കെ നമുക്ക് വിട്ടേക്കുക, 5 ലക്ഷം മിയാ മുസ്ലിമീങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം, അവരുടെ ഓട്ടോറിക്ഷ കയറുമ്പോൾ 5 രൂപ അവർക്ക് കൊടുക്കണ്ടെങ്കിൽ 4 കൊടുക്കാവുള്ളൂ എന്ന്. പച്ചയായ അക്രമം ഒരു വലിയ ഭരണാധികാരി വിളംബരം ചെയ്യുക. അക്രമം തെറ്റാണെന്ന് തോന്നുന്നില്ല അയാൾക്ക്. ഒരാളുടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഇന്ന്. കാരണം പണം കടം മേടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. കൊടുത്താൽ കൊടുത്തു, കൊടുത്തില്ല. പലിശ വാങ്ങുന്നത് തെറ്റാണെന്നൊരു തോന്നലില്ല, മദ്യപിക്കുന്നത് തെറ്റാന്നൊരു തോന്നലില്ല, വിഭജിക്കുന്നത് തെറ്റാന്നൊരു തോന്നലില്ല. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം, മനുഷ്യന്റെ മനുഷ്യത്വം തകർക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിരുന്നു. അതാണ് അല്ലാഹു തആല തുടക്കത്തിലെ തന്നെ പറഞ്ഞത്, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നമുക്ക് മുൻഗാമികളിൽ കാണാം. ഇന്ന് നിങ്ങളുടെ മുൻപുള്ളവരെന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ, ഈസാ നബിയുടെ അനുയായികൾ. നിങ്ങളുടെ മുൻപുള്ളവരെന്ന് പറഞ്ഞാൽ യഹൂദന്മാർ, മൂസാ നബിയുടെ അനുയായികൾ. നിങ്ങളുടെ മുമ്പുള്ളവരെന്ന് പറഞ്ഞാൽ ഹൈന്ദവരുമാകാം. അവർ പല നബിമാരുടെയും അനുയായികളായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവരിൽ എല്ലാവരിലും നോമ്പില്ല ഇന്നും. മുസ്ലിമീങ്ങളിൽ മാത്രമല്ലല്ലോ, ഇത് നമുക്ക് മാത്രമുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നാൻ. എല്ലാവരിലും വ്യത്യസ്ത സ്വഭാവത്തിലാണെങ്കിലും നോമ്പുണ്ട്. പരിപൂർണമായും പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വിട്ടുനിൽക്കലാണോ? വേറെ ചില ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ അവർ മടിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്ന വിട്ടുനിൽക്കലാണ്. എന്നാലും അവർ വിട്ടുനിൽക്കുകയാണ്. അതുവരെ അനുഭവിച്ചിരുന്ന ആസ്വാദ്യമായ ഭക്ഷണങ്ങൾ, മുട്ടയും പാലും ഒക്കെ ഒഴിവാക്കുകയാണ്. വേറെ ചില ആളുകൾ വ്രതകാലം ഹിന്ദുക്കൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, യഹൂദികൾക്കുണ്ട്. മുസ്ലിമീങ്ങളായ നമ്മളും വളരെ കൃത്യതയോടുകൂടി അത് പാലിക്കപ്പെട്ടു വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞത് ഇന്നുമുണ്ട്. നമ്മുടേതുപോലെ വളരെ കൃത്യമായ കാർക്കശ്യത്തോടു കൂടി പാലിക്കപ്പെടുന്നില്ലെങ്കിലും എല്ലാവരിലും മനുഷ്യരിലെ മനുഷ്യത്വം നിലനിർത്താൻ നന്മ തിന്മ വിവേചന ബോധം, അതാണ് ഏറ്റവും വലിയ മാനുഷിക മൂല്യം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മനുഷ്യനായിരുന്നാൽ ആ മനുഷ്യത്വമുള്ളവരോട് മാത്രമേ ഇസ്ലാമിന് എന്തെങ്കിലും പറയാനുള്ളൂ. ഇസ്ലാം വരുന്നത് മനുഷ്യത്വം ഉണ്ടാക്കാനല്ല. മനുഷ്യത്വം അല്ലാഹ് അവനിൽ കൊടുത്തിട്ടുണ്ട്. അവന്റെ ഉള്ളിലുള്ള മനുഷ്യത്വത്തിലേക്ക് വഴികാട്ടി കൊടുക്കാനാണ്, അതിനെ ഉണർത്തിവിടാൻ വേണ്ടിയാണ്. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഇല്ലാത്ത സാധനം ഉണ്ടാക്കാനല്ല. അപ്പോ പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു തആല അവരുടെ ഇഷ്ടങ്ങളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയാതെ ആ ശീലങ്ങളുടെ അടിമകളായി പോയി ജീവിതം തുലച്ച, തകർച്ചു കളഞ്ഞ, മഹാദുരന്തങ്ങൾക്ക് അടിമപ്പെട്ട സമൂഹങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി അവരുടെ ഇച്ഛകളിൽ നിന്നൊന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ മരുന്ന്. മദ്യപിക്കുന്നവന്റെ ആദ്യത്തെ മരുന്നെന്താ? മദ്യപാനം നിർത്തണമെന്ന് അവൻ ആഗ്രഹമുണ്ട്, നടക്കുകയല്ല. എന്ത് ചെയ്യണം? വിട്ടുനിൽക്കുക തന്നെ വേണം. അമേരിക്ക പറഞ്ഞാൽ വിട്ടുനിൽക്കുവോ? ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞാൽ വിട്ടുനിൽക്കുവോ? കേരളം പറഞ്ഞാൽ വിട്ടുനിൽക്കുവോ? അവർ പറയുകയല്ല. പറയുകയുമില്ല, പറഞ്ഞാൽ ആരും വിട്ടുനിൽക്കുകയില്ല. അപ്പൊ പിന്നെ വിട്ടുനിൽക്കാൻ വേണ്ടി ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ? വിട്ടുനിന്നാലേ, മദ്യപാന ശീലത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ ശീലം അവസാനിപ്പിക്കാൻ പറ്റൂ. പുകവലിയുടെ ഒരു ശീലം ഒരാൾക്കുണ്ട്. ആ ശീലത്തിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ ആ ശീലം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. വിട്ടുനിൽക്കാതെ ശീലത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. അതുപോലെ എന്തെന്ത് തെറ്റുകളുണ്ടോ, തെറ്റായ ശീലങ്ങളുണ്ടോ, വിട്ടുനിൽക്കണം. അതുകൊണ്ട് നോമ്പെന്നാൽ വിട്ടുനിൽക്കലാണ്. തിന്നും കുടിച്ചും രമിച്ചും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന് അതിന്റെ പേരിൽ തന്നെ അവന്റെ മൃഗീയ ശക്തി വളർന്നു. അങ്ങനെ എന്തും ചെയ്യാൻ കഴിയുമെന്ന ഒരു തൻ്റെ ഇടത്തിലേക്ക് അവൻ എത്തുമ്പോൾ അവന്റെ ആ മൃഗീയ ശക്തിയെ ഭക്ഷണം കൊണ്ട്, പാനീയം കൊണ്ട്, ഭോഗം കൊണ്ട് വളർത്തിയെടുത്ത അവന്റെ മൃഗീയ ശക്തിയെ ഒന്ന് തളർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്. മൃഗീയ ശക്തിയെ തളർത്തണം, എന്നിട്ട് അവന്റെ ആത്മീയ ശക്തി വളർത്തണം. അവന്റെ ഉള്ളിലെ ശരിയും തെറ്റും തമ്മിലുള്ള തിരിച്ചറിവിന്റെ ആ ശക്തി ദുർബലമായി പോയിരിക്കുന്നു. മൃഗീയ ശക്തി തിന്നും കുടിച്ചും ഭോഗിച്ചും വളർന്നു നിൽക്കുകയാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അതിങ്ങനെ 1 വർഷത്തെ 11 മാസം കൊണ്ട് തിടം വെച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് അവന്റെ ആത്മീയ ശക്തി ശോഷിച്ചിരിക്കുന്നു, നീതി ശോഷിച്ചിരിക്കുന്നു, സത്യം ശോഷിച്ചിരിക്കുന്നു, പരോപകാര ബോധം ശോഷിച്ചിരിക്കുന്നു. അങ്ങനെ നന്മ തിന്മ വിവേചന ബോധം ശോഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ശോഷിപ്പ് മാറ്റാൻ എന്താ വേണ്ടത്? അവന്റെ ഈ മൃഗീയതയെ വളർത്തുന്ന ഇന്ധനം തൽക്കാലം ഒന്ന് മാറ്റിവെക്കാൻ പറയണം അവനോട്. തിന്നും കുടിച്ചും രമിച്ചും കഴിഞ്ഞാൽ അവന്റെ മൃഗവാസന, മൃഗീയത വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം.
കുത്തിബ അലൈക്കും സിയാം, നിങ്ങളോട് വിട്ടു നിൽക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. മറ്റുള്ളവരോട് കൽപ്പിച്ചതുപോലെ ഈമാനുള്ളവരെ നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ. നോക്കൂ എത്ര വലിയ പദ്ധതിയാണ്. മനുഷ്യരിൽ ഇന്ന് ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപജയം, നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൗമാരത്തിന് നഷ്ടപ്പെട്ടു പോയത്, ആണും പെണ്ണും ആൺ പെൺ ബന്ധങ്ങളിലെ വിള്ളലുകൾ നഷ്ടപ്പെട്ടു പോയി. ആണിനോടൊപ്പവും പെണ്ണിന് പെണ്ണിനോടൊപ്പവും ബന്ധങ്ങളാകാം, അവരോടൊപ്പം ഇരിക്കാം, അവരോടൊപ്പം നടക്കാം, അവരോടൊപ്പം കിടക്കാം, അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് പഠിക്കാം, ഒരുമിച്ച് ട്രെയിനിൽ യാത്രയാകാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര പോയപ്പോ 3 ചെറുപ്പക്കാർ, 2 ആൺപിള്ളേര്, 22 വയസ്സുള്ള ഒരു പയ്യൻ മുന്ന അങ്കമാലിക്കാരൻ, വേറൊരുത്തൻ പാലക്കാട്ടുകാരനെ മറ്റൊരു ഹിന്ദു, 3-മതൊരു പെണ്ണുകൂടിയുണ്ട്. ആങ്ങളെയും പെങ്ങളും പോലെ അവരെല്ലാവരും ട്രെയിനിൽ കയറി വന്നു. അവരിരുന്നു. അതിനുശേഷം അവർക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി TT വന്നു. അവർക്ക് കോച്ചിലേക്ക് അവർക്ക് കൺവെർട്ട് ചെയ്ത് കയറാനുള്ളതാണ്. അവരെ തൽക്കാലം അവരെ ഇരുത്തിയതാണ്. പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും 3-മത്തെ ആള് കണ്ടാൽ അറിയില്ല, ഷാഹിന എന്നാ പറഞ്ഞത്. മുസ്ലിം താത്തായാണ്. മടിയിൽ എന്ന പോലെ ഇരിക്കുന്നു, കയ്യിലിരിക്കുന്നതൊക്കെ കഴിക്കടാ എന്ന് പറഞ്ഞ് കഴിപ്പിക്കുന്നു. ഞാൻ വിചാരിച്ചു അനുജനായിരിക്കും, ആങ്ങളെ ആയിരിക്കും എന്ന്. എന്റെ സീറ്റിലാണ് കുറച്ചു നേരം അടുത്താണ് അവരിരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു തെറ്റാണെന്നൊരു തോന്നൽ പോലുമില്ല. പരസ്യമായി ഇങ്ങനെ ഇരിക്കാനും കുടിക്കാനും കുടിപ്പിക്കാനും അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ കിടക്കാനും മടിയില്ല. ഈ തരത്തിൽ മനുഷ്യന്റെ നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ ബോധം നഷ്ടപ്പെട്ടു പോകാൻ കാര്യം ഈ തീറ്റയും ഈ കുടിയും ഈ ഭോഗവും മാത്രം ശീലിച്ചത് കൊണ്ടാണ്. വിട്ടു നിൽക്കാൻ അവർക്ക് അറിയില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ അൽ-ഇംസാക്ക്, അസ്സൗമുഹു അൽ-ഇംസാക്ക്, നോമ്പ് എന്ന് പറയുന്നത് വിട്ടു നിൽക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഭാഷാപരമായി നോമ്പ് വിട്ടു നിൽക്കലാണ്. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, നിങ്ങളോട് നാം വിട്ടു നിൽക്കാൻ കൽപ്പിക്കുന്നു. മറ്റുള്ളവരോടെല്ലാം കൽപ്പിച്ചിരുന്ന പോലെ അങ്ങനെയാണ് അവർ ഈ തിന്മകളൊക്കെ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, വ്യഭിചാരം തെറ്റാണ്, മദ്യപാനം തെറ്റാണ്, സ്വവർഗരതി തെറ്റാണ്, പലിശ തെറ്റാണ്, അന്യനെ ആക്രമിക്കുന്നത് തെറ്റാണെന്നൊക്കെ ഉള്ള മൂല്യങ്ങളെ മാനവരാശി ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഇഷ്ടങ്ങളിൽ നിന്ന് കുറെ കാലം വിട്ടു നിൽക്കാനുള്ള പരിശീലനങ്ങൾക്ക് അവരെ വിധേയമാക്കിയത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരിലും അതുണ്ടായിരുന്നു. ഗാന്ധിജി നോമ്പ് വെച്ചിരുന്നല്ലോ, വ്രതമനുഷ്ഠിച്ചിരുന്നല്ലോ, ക്രൈസ്തവർ നോമ്പ് വയ്ക്കുന്നുണ്ടല്ലോ. എന്ത് തന്നെ ആയാലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടങ്ങളെ കുറച്ചു നാളത്തേക്കെങ്കിലും വിട്ടു നിൽക്കാൻ അവരെ പഠിപ്പിക്കപ്പെട്ടിരുന്ന ദൈവികമായ പാഠങ്ങൾ ഇന്നും കുറേശ്ശെയൊക്കെ അവരിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും കുറെയൊക്കെ എങ്കിലും ഈ മതങ്ങളിലൊക്കെ വ്യഭിചാരം തെറ്റാണെന്ന് പറയുന്ന കുറച്ചാളുകൾ ബാക്കിയുള്ളത്. സ്വവർഗരതി തെറ്റാണെന്ന് പറയുന്ന കുറച്ച്, അവർക്ക് എണ്ണം കുറഞ്ഞുപോയി. മദ്യപാനം തെറ്റാണെന്ന് പറയുന്നത് ഇന്നും അവരിൽ ബാക്കിയുള്ളത് ഈ വിട്ടു നിൽക്കുന്ന ഇച്ഛകളെ, മൃഗീയ വാസനയെ, അതിനെ വളർത്തി വലുതാക്കുന്ന അന്നപാന ഭോഗാദികളിൽ നിന്ന് അല്പകാലം വിട്ടു നിൽക്കണമെന്നുള്ള ദൈവികമായ യഥാകാലത്തെ കൽപ്പനകളുമായി ഇന്നും അവർ കുറച്ചെങ്കിലും ബന്ധം പുലർത്തുന്നു. ഈ ബന്ധം എന്ന് നഷ്ടപ്പെടുന്നുവോ ലോകത്തിന് നന്മ തിന്മ തിരിച്ചറിവേ പോയി. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ, നമ്മളെ തന്നെ, നമുക്കും അത് പയ്യെ ഒരു 11 മാസം നിരന്തരം ഇടമുറിയാതെ ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും പാനം ചെയ്തും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ മൃഗീയമായ ശക്തിയെ വളർത്താൻ വേണ്ടിയാണ് അള്ളാഹു തന്നിരിക്കുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്ന മൃഗമാണ്, മൃഗത്തെ പോലെ തന്നെയാണ്. അതിന്റെ നിലനിൽപ്പിന് വേണ്ടി തന്നിരിക്കുന്ന ആ മൃഗീയ ശക്തി അതിന്റെ കടിഞ്ഞാണില്ലാതെ കുതിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇടയ്ക്ക് 1 മാസം വിട്ടു നിൽക്കണം. വിട്ടു നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മൃഗീയ ശക്തി അല്പം തളരൂ. അതിനു വേണ്ടിയാണ് അള്ളാഹു താല ഇത് തന്നത്. അപ്പോ ഇനി എന്താണ് റമദാനിൽ വേണ്ടത്? മൃഗീയ ശക്തിയെ നമ്മൾ തൽക്കാലം വിട്ടു നിൽക്കൽ കൊണ്ട്, അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കൽ കൊണ്ട് നമ്മൾ തളർത്തിയാൽ പിന്നെ എന്താണ് വേണ്ടത്? മൃഗീയ ശക്തിയോടൊപ്പം തന്നെ മനുഷ്യനിൽ അള്ളാഹു താല 2ാമത് തന്നിരിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. അതിന്റെ പേരാണ് ആത്മീയ ശക്തി. അതായത് നമ്മുടെ മാനസിക ശക്തി, നമ്മുടെ ആത്മാവിന്റെ അത്ഭുതകരമായ ശക്തി. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. നാം ഈ ലോകത്തിനുള്ള, ഈ ശരീരം കൊണ്ട് ജീവിക്കുന്ന ലോകത്തിനുള്ള മനുഷ്യനല്ല. ശരീരം കൊണ്ട് ജീവിക്കുന്ന മൃഗവും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമ്മളെപ്പോലെ തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ആ മൃഗീയതയിൽ തന്നെ അവ അഭിരമിച്ച് ജീവിക്കുന്നു. അവസാനം ചത്ത് മണ്ണടിയുന്നു. അവയ്ക്ക് നന്മ തിന്മ വിവേചന ശേഷിയൊന്നുമില്ല. എന്തൊക്കെയാണ് അവരുടെ ഉള്ളിൽ അള്ളാഹു താല ഇൻഹെറിറ്റായി അള്ളാഹു താല നിക്ഷേപിച്ചിട്ടുള്ളത് അതിന് മാത്രം വിധേയമായി അവർ പോയിക്കൊണ്ടിരിക്കുക. അവർക്കത് മതി. പക്ഷെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു താല വേറൊരു വലിയ അസ്തിത്വം തന്നിട്ടുണ്ട്. ആ അസ്തിത്വത്തിന്റെ പേരാണ് നമ്മുടെ മനസ്സ്, ആത്മാവ്. ആ ആത്മാവിലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു താല നമ്മളെ നന്നാക്കി തീർക്കുന്ന നന്മ തിന്മ വിവേചന ബോധം, മനുഷ്യനാക്കി തീർക്കുന്ന എല്ലാ മൂല്യങ്ങളും വെച്ചിരിക്കുന്നത്. ആ മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മൃഗീയമായ ശക്തികളെ മാത്രം വളർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തളർന്നു പോകുന്നത്. അതാണ് അത് നമുക്ക് മുസ്ലിങ്ങൾക്കും തളർന്നു പോകുന്നു.
ലോകം തീരെ അതിനോട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് മുഴുവൻ ലോകത്തിനും നന്മ തിന്മ, നമ്മുടെ രാജ്യത്തിൽ നിന്ന് നന്മയും തിന്മയും തമ്മിലുള്ള തിരിച്ചറിവില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് മൊത്തം ഭരണാധികാരികൾക്കില്ലല്ലോ. പലസ്തീനിൽ ഇസ്രയേലിൽ അതില്ലല്ലോ. അമേരിക്കയിൽ അതില്ലല്ലോ. നമുക്കറിയാം ഈ വിവേചന ബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോ ഈ ബോധം നിലനിൽക്കേണ്ടത് എവിടെയാണ്? അത് മനസ്സിലാണ്. ആ മനസ്സിന്റെ ഈ ബോധങ്ങളുടെ അതിന്റെ പോഷണമായ ഒരു ഭക്ഷണം അതിന് വേറെ കൊടുക്കണം. അതെന്താണ്? അതാണ് അള്ളാഹു തആല അടുത്തതായി പറയുന്നത്. നോക്കൂ, നിങ്ങളൊന്ന് വിട്ടു നിൽക്കുക. ആദ്യം നിങ്ങളുടെ ശരീരത്തിന്റെ മൃഗവാസനകളെ തളർക്കാൻ വേണ്ടി വിട്ടു നിൽക്കുക. എന്നിട്ടോ ഷഹ്റു റമദാൻ മാസത്തിലാണ് നാം അത് നിർബന്ധമാക്കിയത്. ഈ റമദാൻ മാസത്തിലാണ് ഈ വിട്ടുനിൽക്കൽ നാം പ്രഖ്യാപിക്കുന്നത്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതിലാകുന്നു ഖുർആനിനെ നാം ഇറക്കിയതും. നോക്കൂ ആ ബന്ധം കണ്ടോ? അതിലാകുന്നു ഖുർആനിനെ നാം അവതരിപ്പിച്ചതും. ഖുർആൻ എന്ന് പറയുന്നത് ഈ ആഹാരപാനീയങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ആഹാരപാനീയങ്ങൾ ശരീരത്തിന്റെ പോഷണമായ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യഥാർത്ഥ അസ്തിത്വം ആത്മാവാണ്. ആത്മാവിലാണ് യഥാർത്ഥത്തിൽ എല്ലാ നന്മകളും, മനുഷ്യത്വപരമായ നന്മകളും കുടികൊള്ളുന്നത്. അതിന്റെ പോഷണം അല്ലാഹു തആല നൽകിയത് ആകാശത്ത് നിന്നാണ്. ആത്മാവ് ആകാശത്ത് നിന്നാണല്ലോ. റൂഹല്ലേ? വനഫഖ്തു ഫീഹി മിർ റൂഹി, ഞാൻ എൻ്റെ ആത്മാവിൽ നിന്ന് മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചു എന്ന് അല്ലാഹു തആല പറയുന്നത്. ആകാശത്ത് നിന്ന് വന്ന ആത്മാവ്, അതിന് ഭക്ഷണം ലഭിക്കേണ്ടത് എവിടെ നിന്നാണ്? അതിന്റെ ഭക്ഷണം കിട്ടേണ്ടത് ആകാശത്ത് നിന്നാണ്. അതെവിടെ നിന്നാ? അത് അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാണ് ആത്മാവിന്റെ ഭക്ഷണം. അള്ളാഹു പറയുന്നു ഷഹ്റു റമദാൻ, ഞാൻ ഈ വിട്ടു നിൽക്കാൻ നിങ്ങളോട് കൽപ്പിച്ചത് റമദാൻ മാസത്തിലാണ്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ആത്മാവിന്റെ ഭക്ഷണമായി കൊണ്ട് ഖുർആനെ അവതരിപ്പിച്ചത്. ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും അവരുടെ മനുഷ്യത്വത്തിന്റെ വഴികളിലേക്ക് വെളിച്ചം വീശാൻ, മനുഷ്യത്വത്തിന്റെ വഴി കാട്ടിക്കൊടുക്കാൻ, സന്മാർഗം കാട്ടിക്കൊടുക്കാൻ. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ, മനുഷ്യ മനസ്സുകൾക്ക് വഴി കാട്ടിക്കൊടുക്കുകയാണ്. വഴി വെട്ടിക്കൊടുക്കുകയല്ല കേട്ടോ. ഒരു മനുഷ്യനും വഴി വെട്ടിക്കൊടുക്കേണ്ട. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അള്ളാഹു വഴി വെട്ടിയിട്ടിട്ടുണ്ട്. നന്മയുടെ വഴി, നീതിയുടെ വഴി, സത്യത്തിന്റെ വഴി. നീതിയാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം, സത്യം സത്യമാണെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ആ വഴിയുണ്ട്. പക്ഷെ ആ വഴി എന്ത് ചെയ്യുന്നു? കളമൂടി പോവുകയാണ്. ആ കളമൂടി പോകുമ്പോ അതിൽ വഴി കാട്ടിക്കൊടുക്കാൻ, വെളിച്ചം കാട്ടിക്കൊടുക്കാനാണ് അല്ലാഹു തആല ഖുർആനെ ഹുദ എന്ന് പറഞ്ഞാൽ മാർഗദർശനം ചെയ്യുക എന്നാണ്. വഴി കാട്ടിക്കൊടുക്കുക എന്നാണ്, വഴി വെട്ടിക്കൊടുക്കുക എന്നല്ല. അപ്പൊ ഖുർആൻ വഴി കാട്ടിക്കൊടുക്കുന്നു. ഇരുളടഞ്ഞു പോയ മനസ്സിലേക്ക്, അന്നപാനീയങ്ങൾ കൊണ്ട് ഇരുട്ട് പിടിച്ചു പോയ, ഭോഗാസക്തികൾ കൊണ്ട് ഇടതടവില്ലാതെ മുറിഞ്ഞു പോകാതെ വിട്ടു നിൽക്കാതെ അന്ധമായി പോയ, അന്ധകാരാവൃതമായി പോയ മനസ്സുകളിലേക്ക് വെളിച്ചം വീശാൻ അല്ലാഹു തആല ഉൻസില ഫീഹിൽ ഖുർആൻ ഇറക്കിയ മാസം അതാണ്. ഹുദൽ ലിന്നാസി, മാനവരാശിക്ക് സന്മാർഗമായി കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗം എന്ത് എന്ന് ടോട്ടലി പറയുകയല്ല, അതിന്റെ വിശദാംശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നുകൊണ്ട് എങ്ങനെയാണ് സന്മാർഗത്തിന്റെ വഴിയിലൂടെ നമ്മൾ നീങ്ങേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി വിശദമായി പറഞ്ഞു തന്നുകൊണ്ട് ഖുർആൻ ഇറക്കി. വൽ ഫുർഖാൻ, ഫുർഖാനായിട്ടും. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ, ശരി തെറ്റുകൾ വേർതിരിച്ച് കാട്ടിക്കൊണ്ടും ഖുർആൻ ഇറക്കിയിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകളിലേക്ക് ശരിയുടെയും തെറ്റിന്റെയും വിവേചന രേഖകളെ അതിരിട്ട് കാട്ടിക്കൊണ്ട് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയ മാസത്തിലാണ് നമ്മള് അല്ലാഹു തആല ഈ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒന്ന് വിട്ടു നിന്നാൽ മാത്രമേ, അതായത് നിങ്ങളുടെ മൃഗീയമായ വാസനയെ ശക്തിപ്പെടുത്തുന്ന അന്നപാന ഭോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങളുടെ മൃഗത്തിന്റെ ശക്തിയെ ഒന്ന് തളർത്തി നിർത്തിയാൽ മാത്രമേ അവിടെ നിങ്ങളുടെ ആത്മാവിന്റെ ഭക്ഷണമായ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ആത്മാവിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, വലിയ ഒരു പ്രൊജക്റ്റാണ്, വലിയ ഒരു പദ്ധതിയാണ് നോമ്പെന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനേക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഷംസിൽ അല്ലാഹു പറയുന്നു, വശംസി വളുഹാഹ,
സൂര്യനാണ്, അതിന്റെ പ്രഭയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രനാണ് അതിന്റെ ഉപഗ്രഹമായ, അല്ലെങ്കിൽ അതിന്റെ സൂര്യന്റെ സ്വന്തം പ്രഭ ഇല്ലാതെ സൂര്യന്റെ പ്രഭയെ തിലാവത്ത് കൊണ്ട് ഏറ്റുവാങ്ങുന്ന പ്രഭയാണ്. നോക്കൂ, തിലാവത്ത് എന്നാണ് അല്ലാഹു തആല സൂര്യനെയും ചന്ദ്രനെയും തമ്മിലുള്ള പ്രകാശ ബന്ധത്തെ പരിചയപ്പെടുത്തിയത്. വശംസി വളുഹാഹ, സൂര്യന്റെ സ്വന്തം പ്രഭ ആണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, സ്വന്തമായി പ്രഭയില്ലാത്ത സൂര്യന്റെ പ്രഭ സൂര്യപ്രഭ ഏറ്റുവാങ്ങുന്ന, തിലാവത്ത് ചെയ്യുന്ന, തലായത്തുലു തിലാവത്തൻ എന്നാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് തിലാവത്ത് എന്നാ പറയുന്നത്. സൂര്യന്റെ പ്രഭ ഏറ്റുവാങ്ങി പ്രകാശിക്കുന്ന ചന്ദ്രനാണ് സത്യം. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തമായ നിലയിൽ നമ്മുടെ മനസ്സിൽ പ്രകാശമില്ല, മനസ്സിന്റെ പ്രകാശം ഖുർആനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണത്തെ ഖിറാഅത്ത് എന്ന് പറയാതെ സവിശേഷമായി, ഖിറാഅത്ത് എന്ന് പറയാറുണ്ടെങ്കിലും സവിശേഷമായി അതിനെ എന്തെന്നാ പറയുക? അതിനെ സവിശേഷമായി പറയുന്നത് തിലാവത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഓരോ മനുഷ്യ മനസ്സുകൾക്കും സ്വന്തമായി പ്രകാശമില്ല. ആ മനുഷ്യ മനസ്സിന്റെ പ്രകാശം ആകാശത്തു നിന്ന് വരുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പ്രകാശമാണ്. ഖുർആനിന്റെ പ്രകാശത്തെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിന്റെ പ്രകാശത്തിൽ നിന്ന്, സ്വന്തം പ്രകാശമുള്ള ഖുർആന്റെ പ്രകാശത്തിൽ നിന്ന് സ്വന്തം പ്രകാശമില്ലാത്ത മനുഷ്യ മനസ്സുകൾ അത് ഏറ്റുവാങ്ങി പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഖുർആൻ പാരായണത്തെ തിലാവത്തുൽ ഖുർആൻ, തിലാവത്തുൽ ഖമർ, ചന്ദ്രൻ സൂര്യനെ തിലാവത്ത് ചെയ്യുന്നത് കൊണ്ടാണ് സൂര്യന്റെ പ്രകാശം ചന്ദ്രന് കിട്ടുന്നത് എന്ന പോലെ പരിശുദ്ധമായ ഖുർആനിനെ മനുഷ്യന്റെ മനസ്സുകൾ തിലാവത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഖുർആനിന്റെ പ്രകാശം മനുഷ്യ മനസ്സുകളിൽ ഇറങ്ങുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നു. വൽ ഖമരി ഇദാ തലാഹ, ലോകത്തെ വലിയ പ്രതിഭാസങ്ങളെ പിടിച്ച് ആണയിടുകയാണ് അല്ലാഹു തആല. ശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ വൻ നഹാരി ഇദാ ജല്ലാഹ, പകലാണ് സത്യം, നല്ല പ്രകാശമുള്ള ജ്വലിക്കുന്ന പകലാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ഷാഹ, ഇരുൾമുറ്റിയ രാവാണ് സത്യം. വസ്സമാഇ വമാ ബനാഹ, ആകാശമാണ് സത്യം, ഉയർന്നു നിൽക്കുന്ന ആകാശമാണ് സത്യം. വല്ലർളി വമാ തഹാഹ, അണിയിച്ചൊരുക്കപ്പെട്ട ഭൂമിയാണ് സത്യം. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്തെന്നറിയോ? വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യ മനസ്സാണ് സത്യം. വമാ സവ്വാഹ, അതിനെ ബാലൻസ് ചെയ്തു തന്ന അള്ളാഹുവാണ് സത്യം എന്നാണ്. നോക്കൂ, ഈ പറയപ്പെട്ട 7 മഹാത്ഭുതങ്ങളുടെ പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽ സൂര്യനും ചന്ദ്രനും രാവും പകലും ആകാശവും ഭൂമിയുടെയും കൂട്ടത്തിൽ 7ാമത് പറഞ്ഞത് മനുഷ്യ മനസ്സിനെയാണ്. അതിന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പറയപ്പെട്ട വസ്തുക്കളോടൊപ്പം നിൽക്കാൻ മാത്രം വലിപ്പമുണ്ടോ? 6 അടിയുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന, സ്പന്ദിക്കുന്ന ഈ മനുഷ്യ മനസ്സിനെ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചം നിറഞ്ഞു കിടക്കുന്ന ഈ മഹാപ്രതിഭാസങ്ങളോടാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്? ഇതുകൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യന്റെ എല്ലാ വളർച്ചയും. ഈ ലോകത്ത് ചന്ദ്രനിൽ പോയത്, ചന്ദ്രനിൽ നമ്മൾ പോയത്, അതുപോലെ തന്നെ ആകാശത്തു കൂടി പറക്കുന്നത്, അതുപോലെ തന്നെ സമുദ്രത്തിലൂടെ ഊളിയിട്ട് നടക്കുന്നത്, ഇതെല്ലാം ഈ മനുഷ്യ മനസ്സുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ സാധിച്ചതാണ്. ഈ മനുഷ്യ മനസ്സ് ഇവിടെ നിൽക്കാതെ ഇപ്പോൾ തന്നെ ലോകത്തിന്റെ അതിരുകളെ ഭേദിച്ചുകൊണ്ട് ആകാശത്തേക്ക് ചേക്കേറാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മനസ്സാണ്, അല്ലേ? ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് 1 കിലോമീറ്റർ പോകാൻ 10 മിനിറ്റ് വേണം. പക്ഷെ നമ്മുടെ മനുഷ്യന്റെ മനസ്സിന് വാഷിങ്ടണിൽ പോകാൻ സമയം വേണ്ട, ഷാർജയിൽ പോകാൻ സമയം വേണ്ട, കുവൈറ്റിൽ പോകാൻ സമയം വേണ്ട, സൗരയൂഥത്തിൽ പോകാൻ സമയം വേണ്ട. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ നഫ്സ് എന്ന് പറയുന്ന ഈ സാധനം ആകാശത്തേക്കാൾ, ഭൂമിയേക്കാൾ, ചന്ദ്രനേക്കാൾ ഒക്കെ, അതുപോലെ തന്നെ ആകാശത്തേക്കാൾ, ഭൂമിയേക്കാൾ, രാവിനേക്കാൾ, പകലിനേക്കാൾ എല്ലാം അതീതമായി നിൽക്കുന്ന ഒരു അത്ഭുത ശക്തിയാണ്. അതിനെ അല്ലാഹു തആല ബാലൻസ് ചെയ്ത്, ഒമാ സവ്വാഹ, അത് ബാലൻസ് ചെയ്തു തന്ന അള്ളാഹുവാണ്. നമ്മുടെ മനുഷ്യ മനസ്സിനെ ബാലൻസ് ചെയ്തു തന്ന അള്ളാഹുവിനോട് നമ്മൾ നന്ദി ഉണ്ടാകണം. മനുഷ്യന്റെ മനസ്സിന്റെ ബാലൻസ് പോയാൽ നമ്മളെ പ്രാന്താശുപത്രി കൊണ്ടുപോയി ആക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഉമ്മയെ കാണുമ്പോൾ, പെങ്ങളെ കാണുമ്പോൾ, ഭാര്യയെ കാണുമ്പോൾ, സഹോദരിയെ കാണുമ്പോൾ ഒക്കെ 4 സ്ത്രീകളാണ്. പക്ഷെ അവരോട് ഓരോരുത്തരും അവരവർക്ക് അനുയോജ്യമായ നിലയിൽ ബാലൻസോട് കൂടി പെരുമാറാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി. വനഫ്സിൻ വമാ സവ്വാഹ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആ മനുഷ്യ മനസ്സിൽ അല്ലാഹു തആല നന്മയും തിന്മയും തോന്നിപ്പിച്ചു. നന്മ മാത്രമല്ല അതിലുള്ളത്, തിന്മയുമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യർ നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി ഒരു വശത്ത് നിലയുറപ്പിക്കുമ്പോൾ
മറുഭാഗത്ത് തിന്മയ്ക്ക് വേണ്ടി മനുഷ്യരെ നിലയുറപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആ മനസ്സിലെ നന്മയുടെ നാമ്പുകളെ വളർത്തിയവൻ, അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. നന്മയുടെയും തിന്മയുടെയും പ്രേരണകളുള്ള മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. അതുപോലെ തന്നെ വഖദ് ഖാബ മൻ ദസ്സാഹ, അതിന്റെ നന്മയുടെ നാമ്പുകളെ ചവിട്ടി താഴ്ത്തിയവൻ പരാജയപ്പെട്ടു. ഈ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ. ഈ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളെയും കവിഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതമാണ് മനുഷ്യന്റെ മനസ്സ്. ആ മനുഷ്യന്റെ മനസ്സിനെ മോശമാക്കാതിരിക്കാൻ, അതിനെ നന്നാക്കാൻ വേണ്ടി, അതിനെ ശരിയുടെ തെറ്റുകളെ തിരിച്ചറിവ് നൽകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനെ തന്നിരിക്കുന്നത്. അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ അവന്റെ ശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ ശീലങ്ങളെ, അഥവാ ഭക്ഷണത്തിൽ നിന്ന്, പാനീയത്തിൽ നിന്ന്, ഭോഗത്തിൽ നിന്ന് ഒരു നിശ്ചിത സമയം വിട്ടു നിൽക്കുമ്പോൾ അവന്റെ ശീലത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശീലിക്കുന്നു. മദ്യപാനത്തിന് അടിമപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുണ്ടല്ലോ, ഈ ലഹരി വിരുദ്ധ കേന്ദ്രത്തിൽ കൊണ്ടുപോയാൽ പൂർണ്ണമായിട്ട് ഒരു സെല്ലിൽ വിട്ടു നിൽക്കാൻ വേണ്ടി കൊണ്ട് പാർപ്പിക്കും. എങ്കിൽ മാത്രമേ മദ്യപാനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുകയുള്ളൂ. അങ്ങനെ അവരെ പാർപ്പിക്കുന്നത് പോലെ പരിശുദ്ധമായ റമളാനിലൂടെ അല്ലാഹു തആല മുഴുവൻ മനുഷ്യരാശിയെയും അവരുടെ തെറ്റിന്റെ ശീലങ്ങളിൽ നിന്ന്, അന്നപാന ഭോഗങ്ങളിൽ നിന്ന് 11 മാസവും വിട്ടു നിൽക്കേണ്ടതില്ലാത്ത, നിർബന്ധമില്ലാത്ത ശീലങ്ങളിൽ നിന്ന് 1 മാസം പൂർണ്ണമായും പരിശുദ്ധമായ റമളാനും നോമ്പ് നൽകിക്കൊണ്ട് പരിശുദ്ധമായ റമളാനിൽ 1 മാസം വിട്ടു നിൽക്കാൻ പറഞ്ഞപ്പോ 200 കോടി മനുഷ്യരും ആ ശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. എല്ലാവരും വിട്ടു നിൽക്കുമ്പോൾ നമുക്കും വിട്ടു നിൽക്കാം. എല്ലാവരും ആ ശീലങ്ങളുമായി പോകുമ്പോൾ നമ്മളും ആ ശീലത്തിന്റെ കൂടെ പോകും. അതുകൊണ്ട് റമളാനിൽ എല്ലാവരും ഭക്ഷണം ഒഴിവാക്കുന്നു, നമുക്ക് ഭക്ഷണം ഒഴിവാക്കൽ എളുപ്പമാകുന്നു. എല്ലാവരും പാനീയം ഒഴിവാക്കുന്നു, നമുക്കും പാനീയം ഒഴിവാക്കൽ എളുപ്പമാകുന്നു. എല്ലാവരും ബീഡി വലിക്കാതിരിക്കുന്നു, നമുക്ക് എളുപ്പമാകുന്നു. എല്ലാവരും മദ്യപിക്കാതിരിക്കുന്നു, എളുപ്പമാകുന്നു. അങ്ങനെ മുഴുവൻ മനുഷ്യരും ആ ശീലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ എല്ലാവർക്കും ഈ വിട്ടു നിൽക്കലിനെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ സിയാമ് കൊണ്ട് ലോകത്ത് അല്ലാഹു തആല തഖ്വ നിലനിർത്തുകയാണ്. സഹോദരങ്ങളെ, അത്ഭുതകരമായ ഒരു മനസ്സും പേറി നാളെ സ്വർഗലോകത്തേക്ക് പറന്നു പോകാൻ വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു തആല പറഞ്ഞു, ലാ യസഉനി അർളി, എന്നെ കൊള്ളാൻ, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ ഭൂമി വ്യാപ്തമല്ല, പര്യാപ്തമല്ല. വലാ സമായി, ആകാശത്തിനും എന്നെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമില്ല. വലാകിൻ യസഉനി ഖൽബു അബ്ദിയൽ മുഅ്മിൻ, പക്ഷേ ഒരു മുഅ്മിനായ ദാസന്റെ ഹൃദയം എന്നെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ ഖുദ്സിയായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അഥവാ ഈ മനുഷ്യ മനസ്സ് ആകാശത്തെ, നേരത്തെ പറഞ്ഞ സൂറത്തിൽ പറഞ്ഞ പോലെ ആകാശത്തേക്കാൾ, ഭൂമിയേക്കാൾ എല്ലാം കവിഞ്ഞ്, സൗരയൂഥത്തെയും കവിഞ്ഞ്, ആകാശ സീമകളും കവിഞ്ഞ് അള്ളാഹുവിനെ ഉൾക്കൊള്ളാനുള്ള പാകത്തിൽ വളർന്നു നിൽക്കുന്ന ഈ മനസ്സിനെ മലിനമാക്കാതെ, മലിനപ്പെടുത്തി, തീറ്റ കൂടി ഭോഗാസക്തികൾ കൊണ്ട് മലിനപ്പെടുത്തി മൃഗവാസനകളെ വളർത്തിയവനെ അതിനെ മലിനമാക്കാതെ അള്ളാഹുവിലേക്ക് തിരിച്ചേൽപ്പിച്ചാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് സ്വർഗം. ആ മനസ്സിന്, ഈ ഭൂമിയിൽ ഒതുങ്ങാത്ത മനസ്സിന് ചേക്കാറാൻ കഴിയുന്ന വലിയൊരു ലോകം, അതിന്റെ പേരാണ് സ്വർഗം. അള്ളാഹു പറയുന്നുണ്ടല്ലോ, വസാരിഉ, ഏ മനുഷ്യരെ നിങ്ങൾ ഓടി വരിക, വൈകാതെ, അമാന്തിക്കാതെ ഓടി വരിക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മനസ്സുകൾക്ക് പറ്റിപ്പോയ കേടുപാടുകൾ തീർത്തു തരാൻ വേണ്ടി വെച്ചിരിക്കുന്ന പരിപാടികൾ, മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിവാ എന്ന് പറഞ്ഞാൽ, മനസ്സ് കേടായി പോയത്, മനസ്സ് മലീമസമായി പോയത് നന്നാക്കാൻ, അതിന്റെ കറ നീക്കി കളയാൻ വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന മഗ്ഫിറത്തിലേക്ക് വരിക, മനസ്സിന്റെ കറ നീക്കുന്ന പരിപാടികളിലേക്ക് വരിക. വജന്നത്തിൻ, അത് യാഥാർത്ഥ്യമായാൽ, അത് സാധിച്ചാൽ സ്വർഗത്തിലേക്കും വരിക. അപ്പൊ കറയുള്ള മനസ്സിന് സ്വർഗത്തിലേക്ക് ഉയർന്നു പറക്കാനാവില്ല. പറക്കാനുള്ള ശേഷി മനസ്സിനുണ്ടെന്ന് നമുക്കിന്നറിയാം. പക്ഷെ കറയുള്ള മനസ്സിന് സ്വർഗത്തിലേക്ക് പറക്കാനാവില്ല. അത് പറക്കാനാവാതെ അതിന്റെ ചിറക് നഷ്ടപ്പെട്ടത് പാതാളത്തിലേക്ക്, നരകഗർത്തത്തിലേക്ക് ആണ്ടുപോകും. പറക്കാനുള്ള ശേഷി നമ്മുടെ മനസ്സ് പ്രകടിപ്പിക്കുന്നുണ്ട്. ആകാശ ചെരുവുകളിലേക്ക് ജില്ല പടർത്തി ഇങ്ങനെ നിൽക്കുന്ന മനസ്സാണ് അത്. പക്ഷെ മലിനമാക്കിയാൽ ആ മനസ്സിന് സ്വർഗത്തിലേക്ക് പറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ആ മനസ്സിന്റെ കറ കളയുന്ന പരിപാടികളിലേക്ക് ഏ മനുഷ്യരെ നിങ്ങൾ ഓടി വരിക. സാരിഉ ഇലാ മഗ്ഫിറ, നമ്മുടെ മനസ്സിൽ കറകളില്ലേ? നോക്കൂ, വെറുപ്പില്ലേ, വൈരാഗ്യമില്ലേ, അതുപോലെ തന്നെ സ്വാർത്ഥതയില്ലേ, അതുപോലെ തന്നെ അസൂയയില്ലേ, അനീതിയില്ലേ, കുശുമ്പില്ലേ, പകയില്ലേ? ഇതും വെച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് വരിക സാധ്യമല്ല. സ്വർഗത്തിലേക്ക് ഉയരാൻ പാകത്തിൽ ചിറകടിക്കുന്ന മനസ്സാണ് നിങ്ങളുടേത്. പക്ഷേ
വസാരിഉല മഗ്ഫിറ, കറ കളയുന്ന മഗ്ഫിറത്തിലേക്ക് വരൂ നിങ്ങൾ ആദ്യം, എന്നിട്ട് ജന്നത്തിൻ, സ്വർഗത്തിലേക്ക് വരൂ. അർളുഹ സമാവാത്തു വൽ അർള്, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും എല്ലാം കവിഞ്ഞു നിൽക്കുന്ന വ്യാപ്തിയാണ്. നോക്ക്, ഭൂമിയിൽ ഒതുങ്ങാത്ത മനസ്സിന് പാർക്കാൻ ആകാശഭൂമികൾ കവിഞ്ഞു നിൽക്കുന്ന ലോകം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹു. സ്വർഗം വളരെ മനോഹരമായിട്ടാണ് അള്ളാഹു താല ഈ മനസ്സിന്റെ സങ്കേതം. അതാ പറഞ്ഞത്, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പോലും വ്യാപ്തിയുള്ള മനുഷ്യന്റെ മനസ്സ് ഈ ഭൂമിയിൽ ഒതുങ്ങാത്ത മനസ്സിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്തായ സ്വർഗത്തെ നമുക്ക് ലഭ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി നമുക്കൊന്നാമതും ആത്യന്തികമായി ഉണ്ടായിരിക്കേണ്ടത് മനസ്സിന്റെ കറയില്ലാത്ത ഒരു മനസ്സാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്ന് ഈ ലോകത്ത് നിന്ന് മനുഷ്യൻ മരിച്ച് അവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് അവൻ അന്ത്യനാളിൽ എത്തിച്ചേരുമ്പോൾ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഈ ഭൂമിയിൽ ഉപകാരപ്പെട്ട മക്കളോ പണമോ സമ്പത്തോ സന്താനോ ഉപകാരപ്പെടൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കറ പുരളാത്ത മനസ്സുമായി വന്നാലല്ലാതെ. ഈ ഭൂമിയിൽ നമ്മുടെ ഒരേ ഒരു ജോലി കറയില്ലാത്ത ഒരു മനസ്സ് നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ്. ആ കറ പുരളാത്ത മനസ്സുമായി വന്നാലല്ലാതെ നമുക്ക് അവന് യാതൊരു രക്ഷയുമില്ല എന്ന് അല്ലാഹു തആല പറയുക. ഒരു ഉപകാരവും അന്ന് ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് ആമുഖം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുകയാണ്. നോമ്പ് എന്താണ്, എന്തിനാണ്, അതിന്റെ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശരീരവും മനസ്സുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ മൃഗീയമായ വാസനകളെ വളർത്തുന്ന തീറ്റ കൂടി ഭോഗാസക്തികൾ കൊണ്ട് അത് തിടം വെച്ച് വളർന്നു നിൽക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ നമ്മുടെ ആത്മാവിന്റെ ശക്തി ദുർബലപ്പെട്ട് നമ്മൾ ഇന്ന് തിന്മയുടെ, വെറുപ്പിന്റെ, അക്രമത്തിന്റെ, മദ്യപാനത്തിന്റെ, വ്യഭിചാരത്തിന്റെ, അസൂയയുടെ, അഹങ്കാരത്തിന്റെ, പിടിച്ചുപറിയുടെ ഒക്കെ പ്രതീകങ്ങളായി അല്ലെങ്കിൽ അതൊക്കെ നിസ്സാരമായി കാണുന്നവരായി പരിണമിച്ച് മനസ്സ് മലിനമായപ്പോൾ ആ മനസ്സിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരം ഒന്ന് വിട്ടു നിന്നുകൊണ്ട് അതിലേക്ക് അതിനെ സംസ്കരിക്കുന്ന ഹുദായുടെ സന്മാർഗത്തിന്റെ പ്രകാശമായ ഖുർആനിനെ സന്നിവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സമയമാണ് പരിശുദ്ധമായ റമളാൻ. ഞാൻ അധികമൊന്നും പറയുന്നില്ല. പരിശുദ്ധമായ റമളാനെ ഒരൊറ്റ വിധത്തിൽ മാത്രം കാണുക. ഫമൻ ഷഹീദ മിൻകും ഷഹറ ഫൽയസും, ആ മാസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ഫൽയസും, അപ്പോൾ ആ മാസത്തിൽ നിങ്ങൾ വിട്ടു നിന്ന് കൊള്ളട്ടെ. അതുവരെ ചെയ്തതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിന്ന് കൊള്ളട്ടെ. തീറ്റയാകട്ടെ, കുടിയാകട്ടെ, ഭോഗമാകട്ടെ, വിട്ടുനിന്ന് നിങ്ങൾ ശീലിച്ചു കൊള്ളട്ടെ. എങ്കിലേ നിങ്ങളിൽ ഈ നന്മ നിലനിൽക്കുകയുള്ളൂ. മനസ്സ് കറ പുരളാതെ അള്ളാഹുവിന്റെ മുമ്പിൽ സമീപിക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പൊ എന്താ വേണ്ടത്? ആ മനസ്സിന്റെ കറ നീക്കാൻ ഹുദൽ ലിന്നാസി, മനുഷ്യന്റെ മനസ്സിന്റെ കറ നീക്കാൻ ഖുർആൻ അല്ലാതെ വേറൊന്നുമില്ല. ഖുർആൻ പാരായണം ചെയ്യണം. പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ അജണ്ട എന്താ? 10 മണിയോട് അടുത്തു. നമ്മൾ 10 മിനിറ്റ് താമസിച്ചാണ് തുടങ്ങിയത്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ അജണ്ട എന്താണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണത്. ഖുർആൻ കൊണ്ട് മാത്രം ആത്മാവിന്റെ നന്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ട മാസമാണ്. ഖുർആൻ മാറ്റി വെച്ചിട്ട് അന്നപാനീയങ്ങൾ മാറ്റി വെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഖുർആനെ ചേർത്ത് വെക്കുക, നെഞ്ചോട്, നാവോട്, പൂർണ്ണമായും ഖുർആനെ ഈ ഒരു മാസത്തിൽ ചേർത്ത് പിടിക്കുക. ബഹുമാനപ്പെട്ട റിയാദു സാലിഹീൻ ഗ്രൂപ്പ് ഖുർആനിന്റെ പ്രതിനിധികളാണ്. കേരളത്തിൽ ഖുർആനിന് പ്രചോദനം നൽകുന്നതിന്റെ ഭാഗമായി അവര് ഒരു വലിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഖുർആൻ ഹിഫ്ള് പരിശോധന, ആശയ പരിശോധന, നിയമപരിശോധനയുടെ ഒരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ പരിപാടി അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ റിയാദു സാലിഹീൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ നോമ്പിന്റെ ഈ അന്തസത്ത നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ രക്ഷയ്ക്ക്, സമാധാനത്തിന് ആകെയുള്ള ഒരേ ഒരു മാർഗം ഖുർആനെ നിലനിർത്തുക എന്നുള്ള. ഖുർആൻ കൊണ്ട് മാത്രമേ മനുഷ്യന്റെ മനസ്സിനെ, മലിനമായ മനസ്സിനെ തിരിച്ചുകൊണ്ടാൻ പറ്റുള്ളൂ. ഖുർആനുള്ളവൻ വ്യഭിചാരം ഹലാലാണെന്ന് ചിന്തിക്കില്ല. ഖുർആനോട് ചേർന്ന് നിന്നവൻ മദ്യപാനം ഹലാലാണെന്ന്, ലോകം മുഴുവൻ ഇന്നത് ഹലാലാണെന്ന് പറയുന്ന കാലത്താണെന്ന് ഓർക്കണം. ഖുർആൻ പഠിച്ചവൻ, ഖുർആൻ ഓതിയവൻ വ്യഭിചാരം ഹറാമാണെന്ന് പറയില്ല. വ്യഭിചരിച്ചാൽ പോലും പറയില്ല. മദ്യപാനം ഹറാമാണെന്ന് പറയില്ല. പലിശ ഹലാലാണെന്ന് പറയില്ല. പുകവലി ഹലാലാണെന്ന് പറയില്ല. അങ്ങനെ ഇത്തരം എല്ലാ, അക്രമം ഹലാലാണെന്ന് പറയില്ല. അസൂയ ഹലാലാണെന്ന് പറയില്ല. അതൊക്കെ തെറ്റ് ചെയ്താൽ പോലും തെറ്റാണെന്നുള്ള ബോധം നിലനിർത്തിക്കൊണ്ട് അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് അവന്റെ മനസ്സിനെ സംസ്കരിച്ച് ആകാശത്തേക്ക് ഉയർന്നു പറക്കാൻ പാകപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വന്നപ്പോ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത്രേ ഉള്ളൂ. റമദാന്റെ പ്രത്യേകത എന്താ? റമദാൻ ഇറങ്ങിയ മാസം, ഖുർആൻ ഇറങ്ങിയ മാസം റമദാനാണ്. ഖുർആൻ ഇറങ്ങിയ ദിവസം ലൈലത്തുൽ ഖദറാണ്. അന്നാണ് ഏറ്റവും വലിയ നന്മ അള്ളാഹ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്.
ഒരു മനുഷ്യായുസ് മുഴുവൻ 84 വർഷം 1000 പൂർണ്ണചന്ദ്രനെ കണ്ട ഒരു മനുഷ്യൻ അത്രയും നാൾ ഇബാദത്തിൽ മാത്രം കഴിഞ്ഞുകൂടിയാൽ കിട്ടുന്ന പുണ്യം ഒളിപ്പിച്ചു വെച്ച ഒരു രാത്രി ഉണ്ടായതും ഈ ഖുർആൻ വന്നതുകൊണ്ടാണ്. ഖുർആൻ ഇറങ്ങിയ രാവിനാണ് ആ പുണ്യം, ഖുർആൻ ഇറങ്ങിയ മാസത്തിനാണ് ഈ പുണ്യം. ഏത് പുണ്യം? ഈ മാസത്തിൽ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഈ മാസത്തിൽ എങ്ങനെയാണ് ഈ മാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്? ഖത്തബന റസൂലുള്ള ഞങ്ങൾക്ക് ഉപദേശം നൽകിയ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ അവസാനം ഇന്നെന്ന പോലെ, യാ അയ്യുഹന്നാസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഖദ അളല്ലക്കും, ഇതാ തണലിട്ട് വരുന്നു, ഷഹറുൻ അളീം, ഒരു മഹാമാസം, ഷഹറു മുബാറക്, അനുഗ്രഹീതമാണത് എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ മഹാ നന്മകൾ നിങ്ങൾക്ക് വർദ്ധിച്ച അളവിൽ സമ്മാനിക്കുന്നതാണ്, മുബാറക്കാണ്. ഷഹറും ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, അതിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് 1000 മാസത്തെ കർമ്മങ്ങൾക്ക് സമാനമായ നന്മ ഒളിപ്പിച്ചു വെച്ച ഒരു രാത്രി അതിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ജഅലല്ലാഹു സിയാമഹു ഫരീള, അതിൽ നിങ്ങളുടെ ശീലങ്ങളെ വിട്ടു നിൽക്കുന്നത്, നോമ്പ് എന്ന് ഞാൻ പറയാത്തത് മനഃപൂർവ്വമാണ്, നിങ്ങളുടെ നിത്യശീലങ്ങളെ തിന്നും കുടിച്ചും രമിച്ചും മാത്രം കഴിഞ്ഞാൽ അത് മാറ്റിവെക്കാതെ ശീലിച്ച ശീലങ്ങളെ അത് വിട്ടുനിൽക്കൽ നിങ്ങൾക്ക് അള്ളാഹു അത് ഫറലാക്കിയിരിക്കുന്നു. വിട്ടു നിന്നാലേ നിങ്ങൾക്ക് ഈ ഖുർആനോട് അടുക്കാൻ പറ്റുള്ളൂ. റമദാൻ മാസത്തിൽ നമുക്ക് ഖുർആനോട് അടുക്കണമെങ്കിൽ വിട്ടു നിൽക്കണം. എന്താ നമുക്ക് ഇന്ന് രാവിലെ ഖുർആൻ ഓതാൻ പറ്റാത്തെ? നമുക്ക് ഖുർആനോട് അടുക്കണമെങ്കിൽ ഈ തീറ്റകുടി ഭോഗങ്ങളുടെ ശീലങ്ങളിൽ നിന്ന് മാറ്റം വരണം. ഖുർആനോട് അടുക്കുന്നവൻ ഈ ശീലങ്ങളിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കൂ. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനോട് അടുക്കുക എന്നതൊരു മഹാഭാഗ്യമായി പറയുന്നുണ്ട്. എല്ലാവർക്കും ഖുർആനോട് അടുക്കാൻ പറ്റില്ല. ആർക്കാണ് ഈ ഖുർആൻ ആർക്കാണ് വഴികാട്ടുക? ആർക്കാണ് ഖുർആൻ വഴികാട്ടുക? ചില ആളുകൾ വിചാരിക്കും, ഒന്ന് ഖുർആൻ എല്ലാവരും ഒന്ന് വായിച്ചാൽ എല്ലാവരും രക്ഷപ്പെടുമോ? ഖുർആൻ വായിക്കാൻ ഭാഗ്യവും വായിച്ചാൽ അതിൽ നിന്ന് സന്മാർഗം ഉൾക്കൊള്ളാനുള്ള ഭാഗ്യവും ആദ്യം ഉണ്ടാവുക മുത്തഖീൻ. ആർക്കാണ്? ഹുദലിൽ മുത്തഖീൻ, മുത്തഖികൾക്കാണ്. ആരാണ് മുത്തഖി? നോമ്പ് വെച്ച് മുത്തഖിയായവനാണ്. നോമ്പിന്റെ ലക്ഷ്യം മുത്തഖിയാകലല്ലേ? കുത്തിബ അലൈക്കുമുസ് സിയാം ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് വെച്ച് മുത്തഖിയായവനെ ഖുർആന്റെ ഗുണം അനുഭവിക്കാൻ കഴിയൂ, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റൂ, ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പറ്റൂ. നോമ്പ് വെച്ച് മുത്തഖിയുടെ ഗുണത്തിലേക്ക് നന്മ തിന്മ വിവേചന ബോധം ഏറ്റുവാങ്ങിയിട്ടില്ലാത്ത ഒരാൾക്ക് ഖുർആനിന്റെ വഴിയെ നടക്കാനാവില്ല. അതാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് ഖുർആനിന്റെ വഴിയെ നടന്നാലല്ലാതെ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടില്ല, നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല, നമ്മൾ അള്ളാഹുമായി എടുക്കില്ല, നമ്മൾ സ്വർഗത്തിൽ പോകില്ല. അള്ളാഹ് നമുക്ക് വേണ്ടി ഇറക്കി തന്ന സാധനമാണ്. അതുകൊണ്ട് മാത്രമേ നമ്മൾ ഗുണം വരൂ. നമ്മുടെ സന്മാർഗം അതിലാന്ന് പറഞ്ഞ് അള്ളാഹ് ഇറക്കി തന്ന ഒരു ചാർട്ടാണ്. അത് തുറന്നു നോക്കാതെ നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ നന്നായി, നമ്മൾ രക്ഷപ്പെടും, നമ്മൾ നല്ല മനുഷ്യരാകുമെന്ന് കരുതുന്നതിനേക്കാൾ വലിയ അബദ്ധമുണ്ടോ? അത് അള്ളാഹുവിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയല്ലേ? അതായത് നിന്റെ ഖുർആൻ ഇല്ലാതെ എനിക്ക് നന്നാകാൻ പറ്റുമെന്ന്. നന്നാകാനേ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിന്റെ സന്മാർഗം നൽകുന്നത് ആർക്കാണ്? ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മുത്തഖി അല്ലാത്തവർക്കോ യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ, ഈ ഖുർആൻ കൊണ്ട് തന്നെ അവരിൽ ധാരാളം പേരെ അള്ളാഹു വഴികേടാക്കും. എന്നാൽ ധാരാളം പേരെ ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നന്നാക്കുന്നതാരെയാ? ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെയാണ്. അപ്പൊ നന്മ തിന്മ ശരിതെറ്റു ബോധമുള്ള ആളുകളെ, നോമ്പ് വെച്ച് മുത്തക്കിയുടെ ഗുണം ആർജിച്ചവരെ മാത്രമേ ഖുർആൻ വഴികാട്ടൂ. ഇന്ന് മുസ്ലിം ലോകം 200 കോടിയാ. 200 കോടി മുസ്ലിമീങ്ങളെ ഖുർആൻ നമസ്കാരത്തിൽ, അവരുടെ കച്ചവടത്തിൽ ഖുർആൻ വഴികാട്ടുന്നുണ്ടോ? അവരുടെ വിവാഹത്തിൽ ഖുർആൻ വഴികാട്ടുന്നുണ്ടോ? അവരുടെ ഉദ്യോഗത്തിൽ വഴികാട്ടുന്നുണ്ടോ? അവരുടെ കുടുംബജീവിതത്തിൽ വഴികാട്ടുന്നുണ്ടോ? എന്തേ? അവർ ശരിയായ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വഴികാട്ടുന്നുണ്ട്. മദ്യപിക്കാത്തവർ മുസ്ലിങ്ങളാണ്, വ്യഭിചരിക്കാത്തവർ മുസ്ലിമീങ്ങളാണ്, അധികം ആത്മഹത്യ ചെയ്യാത്തവർ മുസ്ലിമീങ്ങളാണ്, പലിശ വാങ്ങാത്തവർ മുസ്ലിമീങ്ങളാണ് മാത്രമാണ്. ഇത് ഇല്ല, ചെയ്യില്ല എന്ന് തീരുമാനിച്ചവർ മുസ്ലിങ്ങൾ മാത്രമാണ്. അവർ ഖുർആൻ വഴികാട്ടി. എന്തുകൊണ്ട്? അവർ റമദാനിൽ നോമ്പ് വെച്ചുകൊണ്ട് ഖുർആന്റെ വഴികാട്ടലിന് തങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും വിട്ടുകൊടുത്തത് കൊണ്ടാണ്. നമ്മളും നമ്മുടെ തലമുറയും ഇനി നമ്മുടെ മക്കൾക്ക് ഇന്ന് വിവേചന ബോധം നഷ്ടപ്പെട്ടവരായി, അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിവില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഖുർആനിലേക്ക് മടങ്ങണം. അതിനെന്താ വേണ്ടത്? പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ നമ്മൾ ഒന്നാമതായി ഖുർആൻ നമുക്ക് വഴികാട്ടണമെങ്കിൽ ഖുർആൻ നമ്മൾ ഓതണം. വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂല, അല്ലാഹു തആല നബിയെ കുറിച്ച് പറയുകയാണ്, ആ സമൂഹത്തെ നന്നാക്കാൻ, നിരക്ഷരരായ അവരെ നന്നാക്കാൻ ഒരു റസൂലിനെ അവർക്ക് കൊടുത്തു. യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ അവർ തിലാവത്ത് ചെയ്തു. സൂര്യൻ ചന്ദ്രനെ തിലാവത്ത് ചെയ്ത് പ്രകാശം സ്വന്തമായി ഇല്ലാത്ത പ്രകാശം ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞ അതേ പ്രയോഗത്തിലൂടെ അല്ലാഹു പറയാം, യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ അവർക്ക് തിലാവത്ത് ചെയ്ത് കൊടുത്തു. വയുസക്കീഹിം,
അവരെ സംസ്കരിക്കുന്നു. നോക്കൂ, തിലാവത്ത് ഓതിക്കൊണ്ട് സംസ്കരണം, ഓതിയാൽ സംസ്കരണം ഉണ്ടാകും. രാവിലെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കണം. ഓതൽ കൊണ്ട് തന്നെ മനസ്സ് നന്നാകും. പഠനം പിന്നെ വേറെയാണ്, അതാ വഴിയെ മുന്നോട്ട് പോകുന്നതിന്റെ വഴിയാ. മനസ്സ് സംസ്കരിക്കാൻ ഓതൽ തന്നെ മതി, ഓതുക തന്നെ വേണം, നിരന്തരമായ പാരായണം. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും അധികം ഖുർആൻ പാരായണം ചെയ്യണം. പഠനം മാത്രം പോരാ. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, ആരല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്തോ ഫലഹു ബിഹി ഹസന, അതിനവനൊരു നന്മയുണ്ട്. അൽ ഹസനത്തു ബി അശ്രി ഹംസാലിഹ, ഒരു നന്മ അല്ലാഹു തആല 10 നന്മയായിട്ട് വർദ്ധിപ്പിച്ചല്ലാതെ സ്വീകരിക്കില്ല. ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു നന്മയും അല്ലാഹു തആല ഏറ്റവും കുറഞ്ഞത് 10 നന്മയായിട്ട് വർദ്ധിപ്പിച്ചല്ലാതെ സ്വീകരിക്കില്ല. ഇതാണ് നാളത്തെ പരലോകത്തെ കറൻസി. പരലോകത്തെ നമ്മുടെ സമ്പാദ്യം നന്മകൾ, ഹസനാത്തുകളാണ്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ഭൂമിയുടെ കൃഷിയിടമാണ്. ഭൂമിയുടെ മണ്ണിൽ നമ്മൾ വിത്തുകൾ ഇട്ടിട്ട് അതൊരു മാങ്ങ നിക്ഷേപിച്ചിട്ട് 10,000 മാങ്ങകളാക്കുന്നത് പോലെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ഖുർആൻ നിക്ഷേപിച്ചിട്ട് അന്തരീക്ഷത്തിന്റെ നനുത്ത മണ്ണിൽ സുബ്ഹാനല്ലാഹ് നിക്ഷേപിച്ചാൽ സ്വർഗത്തിൽ ഒരു വൃക്ഷമാകുമെന്ന് റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിലെ വൃക്ഷമാണെന്ന് റസൂലുള്ളാഹി. ഈ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വിത്തെറിയുകയാണ്. വാക്കിന്റെ വിത്തുകൾ, കർമ്മങ്ങളുടെ, അമലുകളുടെ വിത്തുകൾ എറിയുകയാണ്. ആ വിത്തുകൾ എറിയുകയാണ്. പരിശുദ്ധ ഖുർആന്റെ വിത്തുകൾ എറിയുമ്പോൾ അത് മുള പൊട്ടുന്നത് കുറഞ്ഞത് 10 എണ്ണ എന്നാണ്. പിന്നെ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. 100 ആകും, 700 ആകും, 7,000 ആയി, 7 ലക്ഷം ആയി വർദ്ധിക്കും. അങ്ങനെ ഈ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വാക്കാകുന്ന, കർമ്മങ്ങളാകുന്ന വിത്തെറിയുന്ന പരിശുദ്ധമായ അത്ഭുതകരമായ ഈ അന്തരീക്ഷത്തിന് വലിയ ഫലപുഷ്ടി ഉണ്ടാകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതവ്വഅ ഫീഹി ബിഖസ്ല മൻ തഖറബ ഫീഹി ബിഖസ്ല, ഈ മാസത്തിൽ വഖിയാമ ലൈലിഹി തതവ്വഅ, നോമ്പ് വിട്ടുനിൽക്കൽ നിങ്ങൾക്ക് നിർബന്ധമാക്കി. വഖിയാമ ലൈലിഹി തതവ്വഅ, രാത്രി നിന്ന് നമസ്കരിക്കൽ നിങ്ങൾക്ക് ഐച്ഛികമാക്കി, നിർബന്ധമാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ നൃത്തവും വേണം. എന്നിട്ട് അവിടെ ഖുർആൻ ഓതിക്കൊണ്ട് നിൽക്കുകയും വേണം. ഖുർആനാണ് യഥാർത്ഥത്തിൽ രാത്രിയും പകലും നമ്മളുടെ ആഘോഷമായി മാറേണ്ടത് റമദാനിൽ. എന്നിട്ട് എന്താ പറഞ്ഞേ, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തി മിൻ ഖിസാലിൽ ഖൈർ, എന്തെങ്കിലും ഒരു നന്മ അന്ന് ചെയ്താൽ കാന കമൻ അത്താ ഫരീള, ഒരു ഫർളിന്റെ കൂലി, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി. കാരണം ഫലപുഷ്ടിയുള്ള മണ്ണാണ് ഈ അന്തരീക്ഷം. റമദാന്റെ അന്തരീക്ഷം ആകുന്ന നനുത്ത മണ്ണ് നമ്മുടെ വാക്കാകുന്ന, പ്രവൃത്തിയാകുന്ന വിത്തുകളെ വളരെ ഫലപുഷ്ടിയോടുകൂടി ഏറ്റുവാങ്ങുന്നത് കൊണ്ട്. ഒമൻ അത്താ ഫരീള, ഒരു ഫർള് ചെയ്താൽ കാന കമൻ അത്താ സബഈന ഫരീള, 700 ഫർള് ചെയ്ത, 70 ഫർള് ചെയ്ത കൂലി കിട്ടണമെങ്കിൽ ഈ അന്തരീക്ഷം നനുത്തതാണ് റമദാന്റെ അന്തരീക്ഷം. വഹുവ ഷഹ്റു സബരി, അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമ, വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമിച്ചതിനാണ് അള്ളാഹു സ്വർഗം വെക്കുന്നത്. ക്ഷമിച്ചേ നോമ്പ് വെക്കാൻ പറ്റൂ. വാക്ക്, ഭക്ഷണം, പാനീയം, നോക്ക വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല സൂരി വൽ അമലി ബി, ആര് തെറ്റായ വാക്കും പ്രവൃത്തിയും വിട്ടു നിൽക്കുന്നില്ലയോ, ഫലൈസ ലഹു തആമുൻ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബ, അള്ളാഹുവിന് അവന് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊള്ളണമെന്ന് കൂടി നിർബന്ധമില്ല. എന്നാ പിന്നെ അതും കൂടെ അങ്ങ് കഴിച്ചോട്ടെ. അത് കഴിക്കുന്നത് അവന്റെ തെറ്റായ വാക്ക് പ്രവർത്തികളെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവന്റെ ശക്തമായ പ്രേരണ ലഭിക്കാനാണ്. പക്ഷെ അതിൽ നിന്ന് അവൻ വിട്ടു നിൽക്കുന്നില്ല ഇത് കൊണ്ടെങ്കിൽ, എന്നാ പിന്നെ അതും കൂടെ അങ്ങ് കഴിച്ചോട്ടെ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അത് ക്ഷമിച്ചുകൊണ്ട് മാത്രമേ അത് സാധിക്കൂ. വസബ്റു സവാബുൽ ജന്ന. അതുകൊണ്ട് ഇതൊക്കെയാണ് പരിശുദ്ധ റമദാന്റേത് പ്രത്യേകത. പിന്നെ ക്ഷമിച്ച് പ്രതിഫലം കാക്ഷിക്കണം. ഷഹ്റുൽ മുവാസാത്ത്, സാധുധന സംരക്ഷണമാണ്, സാധുക്കളെ സംരക്ഷിക്കേണ്ട മാസമാണ്. മുഅ്മിനിന്റെ വിശ്വാസിയുടെ റിസ്ഖിൽ, ഉപജീവന മാർഗത്തിൽ കുറഞ്ഞതേ ഉള്ളുവെങ്കിലും പട്ടിണി വരുത്താത്ത മാസമാണല്ല. ഒമൻ ഫത്തറ ഫീഹി സായിമ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ കാനലഹു മഗ്ഫിറ, അവന്റെ പാപങ്ങളൊക്കെ പുറത്തു പോകാൻ കാരണമാണ്. താൻ നോമ്പ് വെക്കുന്നതോടൊപ്പം ഞാൻ വെച്ചു എന്ന് വലിയവനാകലല്ല, മറ്റുള്ളവന്റെ നോമ്പിനെ ബഹുമാനിക്കുകയും അവന്റെ നോമ്പിനെ വിലമതിക്കുകയും ചെയ്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കുമ്പോൾ അവൻ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നു, പാപരഹിതമാകുന്നു മനസ്സ്. വൈത്തഖറഖബത്തിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. വകാന കമൻ വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യന്തഖസ, അവന്റെ പ്രതിഫലത്തിൽ ഒരു കുറവും ഇല്ലാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറപ്പിച്ച ആൾക്ക് ഒരു പൂർണ്ണ നോമ്പിന്റെ പ്രതിഫലം കിട്ടും. നോമ്പ് വെച്ച ആൾക്ക് കുറവുകൾ പരിഹരിച്ചേ ഉള്ളൂ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പൊ നോമ്പ് തുറപ്പിക്കൽ അജണ്ടയായിരിക്കട്ടെ, കൂട്ടായും ഒറ്റയായും. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾക്ക് നോമ്പ് തുറപ്പിക്കാൻ എല്ലാവരുടെയും കൈവശം വകയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിന് വയറ് നിറയ്ക്കണമെന്നില്ല, ഒരു കൊപ്പ പാല് കൊണ്ടോ ഒരു തുള്ളി വെള്ളം കൊണ്ടോ ഒരു കീറോ ഈത്തപ്പഴം കൊണ്ടോ ആയാലും മതി എന്ന് റസൂലുള്ള പറഞ്ഞ മാസമാണിത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തും ശരീരത്തിന്റെ ഭക്ഷണത്തെ വിട്ടുനിർത്തിയും മാറ്റിവെച്ചുമാണ് നമ്മൾ ഈ ലക്ഷ്യം നേടേണ്ടത്.
ശരീരത്തെ അല്പം തളർത്തി ആത്മാവിന്റെ ശക്തിയെ വളർത്തി 11 മാസത്തിൽ ഈ ആത്മാവിന്റെ ശക്തിയെ പിടിച്ചു കെട്ടാനുള്ള പ്രാപ്തി, ശരിതെറ്റ് ബോധം നഷ്ടപ്പെടാതെ ഒരു 11 മാസം നിലനിൽക്കണമെങ്കിൽ ഈ പുണ്യമാസം നമുക്ക് അനിവാര്യമാണ് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. വസ്തഗ്ഫിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ, 4 കാര്യം നിങ്ങൾ ഇതിനകത്ത് വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഖുർആൻ ഓതണം. ഖുർആൻ ഓതിക്കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ ഖുർആൻ ദീർഘമായി ഓതാൻ വേണ്ടി എത്ര സമയം എടുക്കാമോ അത്രയും വേണം. ഖുർആൻ പഠിക്കാൻ വേണ്ടി 1/2 പേജോ 1 പേജോ ഓതാൻ വേണ്ടിയിട്ട് വേറൊരു സമയവും പഠിക്കാൻ വേണ്ടി എന്താണ് അത് പറയുന്നതെന്ന് പഠിക്കാൻ വേണ്ടി വേറൊരു 1/2 മണിക്കൂർ കുറഞ്ഞത് റമദാനിൽ മാറ്റി വെക്കണം. 1/2 മണിക്കൂർ പഠിക്കാൻ ഖുർആൻ, 1/2 പേജെങ്കിലും അല്ലെങ്കിൽ 1 പേജെങ്കിലും വായിക്കാൻ പഠിക്കാൻ. അത് നീണ്ടുപോവില്ല, വളരെ കുറച്ചേ പോകൂ. അപ്പൊ നമുക്ക് ഹസനത്ത് കുറഞ്ഞു പോകും. ഹസനത്ത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓതിക്കൊണ്ടേ പോകാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ എങ്കിലും നിർബന്ധമായിട്ട് മാറ്റിവെക്കണം. ഓതുന്നത് പരിശുദ്ധമായ തറാവീഹിൽ കേൾക്കണം. ഇങ്ങനെ മാത്രമേ നമ്മുടെ മനസ്സിന്റെ സംസ്കരണം സാധ്യമാവൂ. നന്മയും തിന്മയും വേറിട്ടതാണെന്നും നന്മയാണെന്നും തിന്മയാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ട ലോകത്ത് നമ്മുടെ മനസ്സിൽ ആ ബോധം ഉണ്ടാവുകയും തെറ്റ് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹ് പറയാനെങ്കിലും നമുക്ക് തോന്നുകയും ചെയ്യണമെങ്കിൽ ഈ പ്രക്രിയ അനിവാര്യമാണ്. ഇതിലൂടെയാണ് മുഴുവൻ ലോകത്തെയും നാം തെറ്റും ശരിയും വേർതിരിച്ച് മുന്നോട്ട് പോകുന്നതിൽ നിലനിർത്തിയത് എന്ന് അള്ളാഹു പറയുകയാണ്. ഈ അങ്ങനെയുള്ള ഒരു പുണ്യമാസത്തിലാണ് ഈ മാസത്തിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് ഗ്രന്ഥമെടുത്ത് പഠിക്കാനും ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കാനും കഴിയാതെ മനഃപ്പാടമില്ലാത്തവർക്ക് 4 കാര്യം വർദ്ധിപ്പിച്ചുകൊണ്ടും ഈ സമയത്തെ പ്രയോജനപ്പെടുത്താമെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. സാധുക്കളെ സംരക്ഷിക്കാൻ ദാനം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നോമ്പ് തുറപ്പിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ ഒരു വശത്ത് മറുഭാഗത്ത് പ്രവർത്തിക്കുമ്പോ ഈ നാവിന് വിശ്രമമില്ലാതെ എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളൂ. വതസ്തഗ്ഫിറൂനഹു, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പടച്ചവനെ എനിക്ക് തെറ്റുണ്ട്, തെറ്റില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നാതിരിക്കാൻ, എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ട്, ഞാൻ തെറ്റുകാരനാണ്, തെറ്റും ശരിയും ഉണ്ട് എന്ന് പറയലാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് 2 നിങ്ങൾ വർദ്ധിപ്പിച്ചോ. ഇത് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു കാലത്ത് നിങ്ങളുടെ മനസ്സിൽ തെറ്റില്ല, തെറ്റും ശരിയുമില്ല എന്ന ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കാലത്തും വരില്ല. തെറ്റ് തെറ്റായും ശരിയായി നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഈ 2 കാര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഇത് നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ ഈ മാസത്തിൽ. ഓതിയതിനു ശേഷം, പഠിച്ചതിന് ശേഷം മിച്ചമുള്ള സമയത്തിൽ നിങ്ങളുടെ നാവിന്റെ ജോലി ഇതായിരിക്കട്ടെ. പിന്നെ ആ 2 കാര്യം നിങ്ങളുടെ റബ്ബിന് ഏറെ ഇഷ്ടമാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട 2 കാര്യവും നിങ്ങൾ ഈ ബാക്കിയുള്ള സമയങ്ങളിൽ ചോദിച്ചോളണം. തസ്അലൂനൽ ജന്ന വതഊദൂന ബിഹി മിനൻ നാർ, നിങ്ങൾ സ്വർഗം ചോദിക്കണം. അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഇതാണ് നമ്മൾ പള്ളികളിലൊക്കെ ഇമാമിങ്ങൾ ഓതിക്കൊടുക്കുമ്പോൾ ഏറ്റുപറയുന്ന ആ സാധനം. എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ എന്നാണ്. അള്ളാഹുവിന്റെ സാക്ഷ്യം ഏറ്റുവാങ്ങിയ ഒരു മനസ്സ്, തെറ്റും ശരിയും തമ്മിലുള്ള വിവേചനം, വേർതിരിവിനെ അംഗീകരിച്ച അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെന്ന മനസ്സ്, അവനുള്ളത് സ്വർഗമാണ്. അസ്അലുക്കൽ ജന്ന, അവന്റെ മോചനം നരകമാണ്. അഊദു ബിക മിനൻ നാർ, എല്ലാം ഇതിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സമഗ്രമാണ് ഈ പദ്ധതി. നമ്മുടെ മനസ്സിപ്പോൾ ആകാശച്ചെരുവുകളിലേക്ക് തുടികൊട്ടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് മരണത്തോടെ പറന്നുയരുമ്പോൾ സ്വർഗത്തിലേക്ക് പറക്കാനുള്ള ശേഷി, മാലിന്യമില്ലാതെ പറക്കാനുള്ള ശേഷി ആർജിക്കാൻ അല്ലാഹു തആല വെച്ചു തന്നിരിക്കുന്ന ഈ പരിശുദ്ധ റമദാൻ പദ്ധതിയോട് പരിപൂർണമായും പക്ഷം ചേരാനും അത് പൂർണ്ണമായി ജനകോടികളോടൊപ്പം ചേർന്ന് ഉപയോഗപ്പെടുത്തുവാനും വീടും നാടും പരിശുദ്ധ ഖുർആൻ കൊണ്ട് മുഖരിതമാക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആയോടെ ഞാൻ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരലിനെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ തമ്മിലുള്ള പരസ്പര ബന്ധമാണ് യഥാർത്ഥത്തിൽ റമദാന്റെ മൂല്യം. നിങ്ങൾ അതിന്റെ വക്താക്കളാണ്. അള്ളാഹു നിങ്ങളുടെ പരിശ്രമങ്ങളെ കബൂലാക്കട്ടെ. ഖുർആനോട് ചേരുക, തലമുറയെ രക്ഷിക്കുക, നന്മയും തിന്മയും ഉണ്ട് എന്ന അംഗീകാരത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام ورحمة الله جزاك الله خير شيخ. وبركاته. أحسنت، جزاك الله خيرا كثيرا، بارك الله فيك. നമ്മളെ പതിവ് റമദാൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനേക്കാളും പങ്കാളിത്തമുണ്ട്. ഒരിക്കൽ 125 പേര് വരെ ഉണ്ടായിരുന്നു. 25 പേര് എന്ന് പറയുമ്പോൾ കണക്ഷനാണ്. അതിൽ അധികവും ഫാമിലി ഓരോ ഫാമിലിയാണ്. അപ്പം 4ഉം 5ഉം പേരൊക്കെ ഒരു കണക്ഷനിൽ നിന്ന് ഈ ദർസ് ശ്രവിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ നമ്മൾ അവസാനത്തെ 10ന്റെ മുന്നോടിയായിട്ട് ഒരു ദർശനം കൂടിയാണ് റമദാനിൽ സംഘടിപ്പിക്കാറുള്ളത്.
ഇൻഷാ അള്ളാ എല്ലാവരെയും അറിയിക്കും ഗ്രൂപ്പിൽ മെസ്സേജ് മുഖേന. അപ്പോൾ ഇൻഷാ അള്ളാ അതിലെല്ലാവരും സംബന്ധിക്കുക. നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ആത്മസംസ്കരണം സമ്പൂർണമായും ആർജിച്ച് ഓരോ മാസവും വർഷവും നമ്മൾക്ക് അള്ളാഹു താല വെച്ച് തരുന്ന, സംസ്കരിച്ച് വയ്ക്കണം എന്ന നിർബന്ധത്തോടെ വെച്ച് തരുന്ന ഈ പരിപാടി എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആമീൻ യാ റബ്ബൽ ആലമീൻ. वबरकातुहू।